الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم الجنة تحت أقدام الأمهات. صدق رسول الله صلى الله عليه وسلم. العقاب بر الوالدين إليهما وبر ذوي القربى وبر الأباعدين. وعلم أمة سيدنا وحبيبنا محمد صلى الله عليه وسلم آمين. الحمد صلاة إليك رحيدني സ്തുതികളോ മോദിടുന്നീ ആരംഭപ്പോയ ആരിലും കനിയായ റസൂലോരേ സല്ലി
സലാമുകൾ നേർന്നിടുന്നേ ആദിയിൽ നാദനിൽ ഹംദും സലാത്തോതി പുണ്യമിലോതിടുന്നേ ഇന്ന് ഖൈറായി ചൊരിഞ്ഞിടുന്നേ ആരിലും പോയ ആരംഭത്തനിയായ റസൂലോരേ സല്ലി സലാമുകൾ നേർന്നിടുന്നു നാട്ടുകൾ നാടിന്റെ പാത കാട്ടുവന്നുള്ളവലിന്റെ ഗാഥ നാട്ടുകൾ നാടിന്റെ പാത കാട്ടുവന്നുള്ളവലിന്റെ ഗാഥ എന്നും വീരിഞ്ഞോ മണം വീശും നാട്ടുകാർ നീ മറഞ്ഞിടുന്നേ നാടിൻ ശോഭയായി നിന്നിടുന്നേ ആദിയിൽ നാദനിൽ ഹംദും സലാത്തോതി ഇവിടെ നീ തുടങ്ങിടുന്നേ പുണ്യത്തിൽ ഖൈറായി ചൊരിഞ്ഞിടുന്നേ വേദന തിന്നും മനസ്സിൽ ശാന്തിയേറുന്ന പുന്നാരത്തേ വേദന തിന്നും മനസ്സിൽ ശാന്തിയേറുന്ന പുന്നാരത്തേ നാട്ടുകൾ നാടിനും നാനാമതത്തിനും കാവലൈ വന്നോരേ റബ്ബിൻ വലിയുള്ള എന്നോരേ ആദിയിൽ നാദനിൽ ഹംദും സലാമും സലാത്തോതി തുടങ്ങിയിടുന്നേ ഇവിടെ നീ ഖൈറായി ചൊരിഞ്ഞിടുന്നേ കണ്ണീർ കാണങ്ങളെ കണ്ട് കൽബ് സ്നേഹമിലാവുകൾ ചാർത്തി കണ്ണീർ കാണങ്ങളെ കണ്ട് കൽബ് സ്നേഹമിലാവുകൾ ചാർത്തി ഏകയിലാഹോടേറ്റു പറഞ്ഞുള്ള ഖൈറും വലിയുള്ള നാട്ടുകൾ നാടിന്റെ പൂമുള്ള ആദിയിൽ നാദനിൽ ഹംദും സലാവാത്തും സലാമും തുടങ്ങിയിടുന്നേ സലാമും തുടങ്ങിയിടുന്നേ ആരംഭപ്പൂവാരിലും കനിയായ പുണ്യനിലാമുള്ള ഈ നാടിന്റെ പുണ്യവലിയുള്ള ഈ നാടിന്റെ പുണ്യവലിയുള്ള ഈ നാടിന്റെ പുണ്യവലിയുള്ള ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ഈ മഹനീയ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഉസ്താദ് അവറുകളെ, ഈ മഹല്ലത്തിന്റെ ഖാദി ഉസ്താദ്, പ്രസിഡന്റ്, സെക്രട്ടറി, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, ഉസ്താദുമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോ, ജീവന്റെ തുടിപ്പുള്ളപ്പോ ജീവകാരുണ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ സത്താവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിന്റെ കാലച്ചുകൾ കാലേ കൂട്ടിക്കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയുടെ മണൽപ്പുറത്തിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മർവഹമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജീർണതയില്ലാതെ ജീവസുറ്റതാക്കി ജീവിച്ചു തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയ ഉപ്പമാരുമ്മമാര്, സഹോദരങ്ങൾ, കൂടപ്പുറപ്പുകൾ, ബന്ധുമിത്രാദികൾ, സഹപാഠികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ വീടുകളാക്കി ഫഇദാ നഫഖത്തി സ്സൂരി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഇടുന്ന സമയം വരെ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സമയം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന മലക്കുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരുടെയൊക്കെ ഖബറിടങ്ങൾ അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ രോഗം കൊണ്ട് വലയുന്നവർ, വിഷമത്തിൽ കഴിയുന്നവർ, കടങ്ങൾ കൊണ്ട് കഴിയുന്നവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, നൊമ്പരത്തിലും ദുഃഖത്തിലും ദുരൂഹതയിലും വിഷത്തിലുമായി കഴിയുന്നവരുടെ എല്ലാ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഇവിടെ കിടക്കുന്ന, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ, ഇവിടെ കിടക്കുന്ന വലിയന്റെ ഹഖ്ജാഹ് ബറക്കത്തുകൊണ്ട് കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനുകളെ, നമ്മുടെ പരിപാടിയുടെ 2ാമത്തെ സുദിനത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. വേണ്ടുന്ന വിധേന കേൾക്കാനും പറയാനും ഇത് കൂട്ടരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ സന്തോഷത്തിന്റെ, വളരെയേറെ ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ അലമാലകളുടെ, ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ മാനസാന്തരത്തിലേക്ക് എത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മഹാരഥന്മാരായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ തത്വസംഹിതകളെ മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ മറയാതെ മലീമസമാകാതെ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം കാട്ടി ഈ ലോകത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച, ഈ ഇവിടെയുള്ള വിഷമിക്കുന്നവരുടെ നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ പടച്ചവനോട് ഏറ്റുപറയുന്ന 2 മഹാരഥന്മാരുടെ ഇടയിലാണ് നമ്മൾ ഇന്നിപ്പോ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ നാട്ടുകാരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകട്ടെ, അല്ലാഹു ആനന്ദം നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഈ ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് സംസാരിക്കാനുണ്ട്. മരണമുണ്ട്, ഖബറുണ്ട്, മീസാനുണ്ട്, നരകമുണ്ട്. അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, മലക്കുകളൊക്കെ വരിയായിട്ട് വന്ന എല്ലാവരും വരിവരിയായിട്ട് കടന്നു വന്നുകൊണ്ട് നമ്മളെ വലയം ചെയ്യുന്ന കഥകൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ അടുത്ത് വരികയാണ്. ആദരവായ നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവസന്തത്തിന്റെ അവിടുത്തേതായിട്ടുള്ള ജീവിതത്തിന്റെ സാക്ഷാത്കാരങ്ങളെക്കുറിച്ച്, ജീവിതത്തിന്റെ ജനനത്തിന്റെ അത്യാത്ഭുതങ്ങളെക്കുറിച്ച് ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യാനുണ്ട്. പ്രാണം പോയാലും പ്രണയം കൈവിടാതെ എന്നൊരു വിഷയം പറയുമ്പോൾ ഒരുപക്ഷേ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരിക, പഠിച്ചവൻ ഇവൻ എന്താ പറയാൻ പോകുന്നതെന്നാണ്. ഈ ലോകത്താദ്യമായിട്ട് സ്നേഹം കൊടുക്കേണ്ടുന്നത് ടൊയോട്ട വന്നപ്പോ എന്റെ ശബ്ദം കേട്ടവർക്കറിയാം, അല്ലാഹുവിനെയാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ അനുരാഗവും ഏറ്റവും കൂടുതൽ സ്നേഹവും അല്ലാഹുവിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത് എന്ന് പറഞ്ഞു.
രണ്ടാമത്തത് മദീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി ആർക്കാണ് നമുക്ക് സ്നേഹം കൊടുക്കേണ്ടുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. അള്ളാഹുവിന്റെ ഹബീബായ നമ്മുടെ ഖൽബിന്റെ മുത്തായ റസൂലുള്ളാഹി. സലാത്തിന് ഒരു പവർ വരുന്നില്ല. ഉറക്കെ പറയും എന്തൊരു മടി. മുഹമ്മദുർ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തില്ലാത്ത സദസ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ലേ? സയ്യിനു മജാലിസക്കും ബിസ്സലാത്തി അലയ്യ. എന്റെ മേലുള്ള സ്വലാത്തുകൾ ചൊല്ലിയിട്ടാണ് നിങ്ങളുടെ സദസ്സുകളെ നിങ്ങൾ ഭംഗിയാക്കേണ്ടത് എന്ന് മദീനത്തിന്റെ മണവാളനെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സദസ്സ് ഭംഗിയാക്കാൻ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ സദസ്സ് പിരിയും വരെ ഉറക്ക സ്വലാത്തും ചെല്ലണം, ഉറക്ക ആമീനും പറയണം. നമ്മൾ കൂട്ടിന് ഇവിടെ അള്ളാഹു ആദരിച്ച മഹാരഥന്മാർ കിടക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് നല്ല കോലത്തിൽ പറഞ്ഞോളി, അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ. ഹക്കൊന്ന് പറയാം, അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിലേക്ക് ഇന്നലെ നിങ്ങൾ വന്നവരാണ്. പോട്ടെ, ഈ വേദിയിലെന്ന് മാത്രമല്ല, ആയിരക്കണക്കാന വേദികൾ നൗഷാദ് ഉസ്താദിനെ പോലെ, ജബീർ ഉസ്താദിനെ പോലെ, ഒരുപാട് പണ്ഡിത മഹത്തുക്കളെ പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പറയുന്ന വേദികളിലേക്ക് ഒരു പൂമ്പാറ്റകളെ പോലെ പറന്നു പോകുന്ന നിങ്ങൾ ഇത്രയും നാൾ പോയിരുന്ന ആ സദസ്സിന്റെ കൂലി കിട്ടിയോന്നറിയാൻ, ഇത്രയും നാൾ നിസ്കരിച്ചിരുന്ന നിസ്കാരത്തിന്റെ കൂലി കിട്ടിയോന്നറിയാൻ, ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിരുന്നത് പടച്ചവന്റെ പൊരുത്തത്തിലാണോ അതോ പടച്ചവന്റെ പൊരുത്തക്കേടിലാണോ എന്നറിയാൻ ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നമുക്കുണ്ടോ എന്നറിയാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാക്കിയെടുക്കണം. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ആദരവായി നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് നക്ഷത്രത്തിന്റെ രായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും വരിവരിയായിട്ട് കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂബക്കറേ, മദീനത്തേക്കൊന്ന് കടന്നു പോവുക, എല്ലാവരെയും വിളിച്ചുകൊണ്ട് എന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ്. കടന്നുപോയിട്ട് സ്വഹാബത്തിനെ വിളിക്കുന്നു, സ്വഹാബ, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട്, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് സ്വഹാബത്ത് വരിവരിയായിട്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് പോവുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ യുദ്ധത്തിന് വേണ്ടിയാണോ റസൂലുള്ള ഈ സമയത്ത് വിളിക്കുന്നത്? അറിയാൻ വയ്യാതെ സ്വഹാബത്ത് വരിവരിയായിട്ട് പോയിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ വിളിച്ചത് വല്ല യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണോ നബിയേ? പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഓടി വന്നതാ. എന്തെങ്കിലും ഒരു യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണോ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കണം. മദീനത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്, ഇല്ല സഹാബ, നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നേടിത്തരാ. 6 അടി മണ്ണാകുന്ന ഖബറില്ലേ, ആ ഖബർ സ്വർഗമാക്കി തരാൻ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പമാരും, നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ മയ്യത്ത് ഒളിപ്പിക്കുമ്പോ നിങ്ങളുടെ മയ്യത്ത് ഒളിപ്പിക്കുന്ന വെള്ളം സ്വർഗത്തിന്റെ വെള്ളമാകാ, അല്ലാഹുവിന്റെ മാനവീയ ശിക്ഷയുടെ ചുടുവെള്ളമാകാതിരിക്കാ നിങ്ങളെ ഞാൻ വിളിച്ചതാണ് സ്വഹാബ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയുന്നു, നബിയേ, പറയുമോ റസൂലല്ലാഹ്,
എന്തേ അവിടെ നിന്ന് പറയാൻ മടിക്കുന്നത് നബിയേ? അവിടത്തെ റിസാലത്തിന്റെ ചുണ്ടിലൂടെ അടർന്നു വീഴുന്ന അമർകളിക്കുന്ന അമൂല്യമുത്തുകൾ വാരിയെടുക്കാൻ പറക്കിയെടുക്കാൻ നിങ്ങൾ കടന്നു വന്നതാ നബിയേ എന്ന് പറയുവോ അവിടത്തെ റിസാലത്തിന്റെ ചുണ്ടിലൂടെ ഒന്ന് മൊഴിയണം നബിയെ, ഒന്ന് കേൾക്കട്ടെ ഞങ്ങളെന്നാ. ഇവിടെ നിങ്ങൾ വന്ന സന്തോഷത്തോടെ അതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ നബിയേനാ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാ, ഇന്ന് ഒരു വഖത്ത് പോലും മുടങ്ങാതെ നിസ്കരിച്ചവരാരാ? അനയാ റസൂലല്ലാഹ്, ഞാൻ ഒരു മുഹറ മുടക്കിയിട്ടില്ല നബിയെ, ഒരു അസറ മുടക്കിയിട്ടില്ല നബിയെ, ഒരു ഇശാ മുടക്കിയിട്ടില്ല നബിയെ, ഒരു സുബഹ് മുടക്കിയിട്ടില്ല നബിയെ. സഹാബാക്കൾ എല്ലാവരും പറയാ, അനയാ റസൂലല്ലാഹ്, ഞാൻ എനിക്ക് പ്രായപൂർത്തിയായ സമയം മുതൽ ഒരു വഖത്തും മുടക്കിയിട്ടില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, സകാത്ത് കൊടുത്തവരാരാ? സദഖ ചെയ്തവരാരാ? ഇവിടെ നാ പറഞ്ഞതല്ലോ, കഴിഞ്ഞതായിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട അമൂല്യമുത്തുകൾ പഠിക്കുന്ന ദീനിന്റെ മണിമുത്തുകളെ വാരിയെടുക്കുന്ന കോളേജിന് വേണ്ടി കൊടുത്തുപോയ സുമനസ്സുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തുപോയ സുദഖ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാ, സദഖ ചെയ്തവരാരാ? സഹാബാക്കൾ പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാൻ കൊടുത്തു നബിയെ. ഒന്നുമില്ലെങ്കിൽ എന്റെ വീടിന്റെ ഉള്ളില് ഈത്തപ്പഴത്തിന്റെ ഒരു അരിയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാതിരുന്നിട്ടില്ല നബിയെ, ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യമാണ്, ഈ കഴിഞ്ഞ റമളാനിൽ നോമ്പ് നോറ്റവരാരാ? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. ഞാൻ സുന്നത്തുകൾ ഒരുപാട് നിസ്കരിച്ചു നബിയെ. പടച്ചവനിലേക്ക് എന്റെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് വെട്ടിക്കരന്നുകൊണ്ട് തൗബാ ചെയ്ത് മടങ്ങി നബിയെ. ഒരുപാട് തഹജ്ജുദുകൾ നിസ്കരിച്ചു നബിയെ, ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ചു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയാ, ഇതൊക്കെ സ്വീകരിച്ചതെന്ന് ഉറപ്പുള്ളവരാരാ? സഹാബാ. ഞാൻ റസൂൽ ചോദിക്കാൻ, നിങ്ങൾ നിസ്കരിച്ച നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സകാത്തും നിങ്ങളുടെ സദഖയും ഇതൊക്കെ സ്വീകരിച്ചെന്ന് ഉറപ്പുള്ളവരാരാണ്? സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു അഅലം, അല്ലാഹുക്കല്ലാതെ നമുക്കത് പറയാൻ പറ്റൂല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് മാത്രമേ അറിയൂ, അള്ളാഹുവിനും അറിയാം. ഒന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല നബി, നമ്മളൊക്കെ മിസ്കീന്മാരാണ്, പാവപ്പെട്ടവരാ. എന്താ ചെയ്യാ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ നിങ്ങൾക്ക് സ്വീകരിച്ചതിന് സ്വീകരിക്കാനുള്ള വഴി ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലേ ഈ ദുനിയാവ് അവസാനിച്ച് فإذا نفخ في الصور أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലേറി അവസാനത്തെ ഊത്തോടെ എല്ലാവരും വരിവരിയായി ربك والملك صفا صفا. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട മഹ്ശറയാകുന്ന കോടതിയിൽ എല്ലാവരും വരിവരിയായിട്ട് കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആദ്യമായിട്ട് വിളിക്കുന്നതാര്? 4 മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, മലക്കുകളെ ദുനിയാവിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോവുക, കടന്നുപോയിട്ട് എന്റെ ഹബീബിനെ കൊണ്ടുവരിക, ദുനിയാവിലേക്ക് നിങ്ങൾ പോകണം. 4 മലക്കളെ വിളിക്കും. മലക്കളുടെ ക്യാപ്റ്റന്മാരാൻ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രാഈൽ. 4 മലക്കിനെ വിളിച്ചിട്ട് നിങ്ങൾ പോവുക, ഭൂമി ലോകത്തേക്ക് പോയി മദീനത്തിന്റെ മുത്തിനെ വിളിച്ചിട്ട് വരണം. 4 പേരും വരും. 4 പേരും പരിശുദ്ധമാക്കപ്പെട്ട റൗളാന്റെ ചാരത്തേക്ക് അവർ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയെല്ലാം തകർത്ത് പരിപ്പണമാക്കി തിരിക്കുകയാണ്. അല്ലാഹുവേ, എവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള?
ഒന്ന് കാട്ടിത്തരുവോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് ദയാലുവായ അല്ലാഹു പറയുന്നത്, അല്ലയോ മലക്കുകളെ, ആ ദുനിയാവിലെ പ്രകാശം കാണുന്ന, ഭൂമിയിലെ പ്രകാശം കാണുന്ന സ്ഥലമുണ്ട്, ആ സ്ഥലമാണ് എന്റെ ഹബീബിന്റെ റൗള. 4 മലക്കുകൾ പോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളന്റെ ചാരത്ത് പോയിട്ട് അവർ പരസ്പരം പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയാം, മീകായിലെ നിങ്ങൾ മീകായിൽ വിളിക്കട്ടെ അല്ലാഹുവിന്റെ ഹബീബിനെ. മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഏയ് ഞാൻ വിളിക്കൂല, നിക്കെന്റെ ഹബീബിനെ വിളിക്കാൻ ലജ്ജയാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല. എന്നൊരു കാര്യം ചെയ്യും, അസ്രായീലല്ലേ റൂഹ് പിടിച്ചത്, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലോട്ട് വിളിച്ചോട്ടെ. അസ്രായീലും പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പം ഓക്കെയാണ്, അള്ളാന്റെ ഹബീബിന്റെ റൂഹ് പിടിച്ചതൊക്കെ ഞാനാണ്, പക്ഷെ എന്നെ കൊണ്ടും കഴിയില്ല കേട്ടോ. എന്നാ ശരി, ഇസ്രാഫീൽ വിളിക്കട്ടെ. ഇസ്രാഫീൽ പറഞ്ഞു, എന്നെ കൊണ്ടും പറ്റുമോ, ഞാൻ എനിക്കും അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോകുന്നതിന് എനിക്ക് വല്ലാത്തൊരു ലജ്ജയാ. 3 പേരോട് കൂടിയിട്ട് പറഞ്ഞു, എന്നാൽ ആറുവിരാഗുവിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊടുത്തത് ജിബ്രീലല്ലേ, അതുകൊണ്ട് ജിബ്രീലേ വിളിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പോവുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരണം നബിയേ. ബഹുമാനപ്പെട്ട റസൂലുള്ള എഴുന്നേൽക്കുകയാണ്. തലയിലുള്ള മണ്ണെല്ലാം പൊട്ടിക്കളഞ്ഞിട്ട് അപ്പോഴാണ് സ്വർഗീയ ലോകത്തുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവന്നത്. 10 വസ്ത്രങ്ങൾ കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കാൻ, സ്വർഗത്തിന്റെ വസ്ത്രം അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിന്റെ സുഖം അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിന്റെ ആനന്ദം അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്റെ അബൂബക്കറവിടെ, എന്റെ ഉമറവിടെ, എന്റെ ഉസ്മാനവിടെ, എന്റെ തൽഹത്തവിടെ, എന്റെ നാട്ടുകല്ലാളവിടെ, എന്റെ തെയ്യോട്ടക്കാരവിടെ, എന്റെ മണ്ണാറുകാരുള്ളവരുടെ ആരാണ് വിളിക്കുന്നതെന്നറിയോ? നമുക്ക് സ്വർഗം പേടിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മദീനത്തിന്റെ മലർവനിയില് മാടി വിളിക്കുന്ന മാടപ്രാവിനെ പോലെ കിടന്നു വന്നിട്ട്, എന്റെ സ്വഭാവത്തെ, എന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് വേണ്ടുന്നത് അല്ലാഹുവിന്റെ സ്വർഗീയ ലോകമാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ള പറയാ, എന്റെ സ്വഭാവത്തെ ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് സ്റ്റോപ്പാക്കി, സ്വർഗം ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. അപ്പോഴാണ് ഒരു സ്വഹാബി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല, ഉറക്കെ പറയും മുഹമ്മദുർ റസൂലുള്ളാഹി. അർശിനും അധിപതിയുടെയുണ്ട് ഹസനത്തോലകത്തിൽ നിറസരുത്. അർശിനും അധിപതിയുടെയുണ്ട് ഹസനത്തോലകത്തിൽ നിറസരുത്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, മദീനയുടെ വസന്തമേ, നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, എന്തേ വന്നത്? എനിക്കൊരു സംശയമുണ്ട് നബിയെ. നമ്മളങ്ങനാണല്ലോ, നമ്മുടെ ഉസ്താദന്മാരുടെ ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉറക്കൊന്നു പറയാം, അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പുണ്യ റസൂൽ എന്താ നമ്മളോട് എടുത്ത് പറഞ്ഞത്? നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുആ രക്കുമ്പോൾ ഉറക്ക ആമീൻ പറഞ്ഞാൽ അല്ലാഹു നമ്മുടെ കാര്യം എളുപ്പാക്കുന്ന.
അള്ളാഹു നമുക്ക് ആഫിയത്ത് തരും. അതുകൊണ്ട് ഉറക്കെ പറയും, അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്കൊരു സംശയമുണ്ട് നബിയെ, നിങ്ങൾ വന്നിട്ട് ഉസ്താദന്മാരോട് ഇങ്ങനെ മസാല ചോദിക്കുമല്ലോ, അതുപോലെ ചെറിയ സംശയമാണ്. ചോദിച്ചു, എന്താണ് സംശയമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് സല്ലൈതു സ്വലവാത്തുൽ ഖംസ് വഅദ്ദൈതു സകാത്ത് വസുംതു റമളാന വഖുംതു ലയാലിഹാ മമ്മാത അലാ മാദാ യാ റസൂലല്ലാഹ്. قال النبي محمد صلى الله عليه وسلم كان مع النبيين والصديقين والشهداء يوم القيامة. എന്റെ പ്രിയമുള്ള നാട്ടുകല്ലേസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുമിച്ച് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ തങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. സ്വർഗം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയില് ഈ സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയാ, മുത്തുനബിയേ സല്ലൈതു സ്വലവാത്തുൽ ഖംസ്, ഒരു വഖത്ത് ഞാൻ മുടക്കിയിട്ടില്ല. ളുഹറും ഇരിക്കുന്നവർ നിങ്ങളും പറയില്ലേ, ഉസ്താദേ ഞാൻ ഇന്നേ വരെ ഒന്നും തന്നെ മുടക്കിയിട്ടില്ല എന്നാ. ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബഹി ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹു എനിക്ക് പ്രായപൂർത്തി തന്ന് ആ സമയം മുതൽ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും മുടങ്ങിയിട്ടില്ല, ഒരു സുബഹിയും മുടങ്ങിയിട്ടില്ല. അങ്ങനെ നിസ്കരിച്ചു 5 വഖത്തും. മാത്രവുമല്ല എന്റെ സ്വത്തിന്റെ സകാത്ത് കൊടുത്തു നബിയേ, ധാന്യത്തിന്റെ സകാത്ത് കൊടുത്തു നബിയേ, വെള്ളിയുടെ സ്വർണ്ണത്തിന്റെ സകാത്തുകളെല്ലാം കൊടുത്തു നബിയേ. വസുംതു റമളാന, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനെന്ന് കടന്നു വന്ന വെണ്ണിയാ തീരാത്ത കോടുകൾ കിട്ടുന്ന റമളാനുണ്ടല്ലോ, ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനെന്ന് വന്ന ഒരു നോമ്പ് പോലും ഞാൻ മുടക്കില്ല നബിയേ. രാത്രികാലമായ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് വന്നിട്ട് നിസ്കരിക്കാറുണ്ട് നബിയേ. ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട് നബിയേ. നന്നായിട്ട് പഠിച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഓതാറുണ്ട് നബിയേ. ഒരു വട്ടമല്ല നബിയേ, 2 വട്ടമല്ല, ആവർത്തിച്ച് പഠിച്ചവന്റെ ഖുർആൻ ഓതാറുണ്ട് നബിയേ. എന്നിട്ട് ഇങ്ങനെ ഒരു വക്കത്ത് പോലും മുടങ്ങാതെ നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് സദക്ക ചെയ്തിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നന്നായി നോമ്പും നോക്കുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബാ ചെയ്ത് മടങ്ങിപ്പോയിട്ട് ഞാനിവിടം വിട പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയ എന്റെ സ്ഥാനം എവിടെയാണ് നബിയേ? എന്റെ സ്ഥാനം എവിടെയാണ്? മദീനത്തിന്റെ മുത്തിന്റെ വാക്കാണ്, കാനനബിയീന വസ്സുദ്ദീഖീന വശ്ശുഹദാ യൗമൽ ഖിയാമ. മോനെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പമാണ് അബൂബക്കർ സിദ്ദീഖ് തന്നോടങ്ങുന്ന അല്ലാഹുവിന്റെ സ്വർഗീയ ലോകമുണ്ട്. ആ സ്വർഗീയ ലോകത്തിലാണ് ഖത്താബ് തങ്ങളുള്ള സ്വർഗീയ ലോകത്തില, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുള്ള സ്വർഗീയ ലോകത്തില, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുള്ള സ്വർഗീയ ലോകത്തില. എന്റെ പൊന്നുതങ്ങളെ, മഹദിയായ സയ്യിദത്തുൻ നിസാഇ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുള്ള സ്വർഗീയ ലോകത്തിലാണ്. നോമ്പെടുത്തിട്ട് സക്കാത്ത് കൊടുത്തിട്ട് സദക്ക ചെയ്തിട്ട് വിട പറഞ്ഞാലെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവസാനിപ്പിച്ചിട്ടില്ല, മാലം പാപ്പാനെ ഉമ്മാനെ വരപ്പിച്ച മക്കളാരാ? പാപ്പാന്റെ മുഖത്തേക്ക് ദേശത്തിൽ
ഉമ്മാനെ തെറി പറഞ്ഞ മക്കളാരാണ്? അവരെ കുറ്റം പറഞ്ഞ മക്കളാരാ? ഒരു ഇബാദത്തും കൊല്ലുമേനെ, നിന്റെ ഒരു നിസ്കാരവും നിന്റെ ഒരു നോർവും നിന്റെ ഒരു സക്കാത്തും അല്ലാഹുവിനെക്കാളും കൊല്ലം ജീവിച്ചിരിക്ക. അല്ലാഹു അവസരം തന്നാലും ഒരു ദിവസം ഉമ്മാനെ വെറുപ്പിച്ചു പോയോ, പാപ്പാനെ വെറുപ്പിച്ചു പോയോ, നിന്റെ ഒരു നോമ്പും അല്ലാഹുക്ക് വേണ്ട, ഒരു സക്കാത്തും അല്ലാഹുക്ക് വേണ്ട, ഒരു സദഖയും അല്ലാഹുക്ക് വേണ്ട. പിന്നെ എവിടെയാ കടന്നു പോകുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയിലാണെന്ന് പഠിപ്പിച്ചത് ഖുർആൻ ഓതിയിട്ട് നമ്മുടെ മനസ്സിന്റെ മാണിക്കക്കല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് 5 വഖത്ത് നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് ഒന്നും എടുത്തില്ല. ഉമ്മമാരെ കേട്ടോളി, ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് കേട്ടോളി. അല്ലേ, നമ്മുടെ വളർച്ചയാണല്ലോ ഇന്നത്തെ വൃദ്ധസദനത്തിൻ്റെത്, അല്ലെ? നമ്മുടെ തളർച്ചയാണ് ഇന്നത്തെ എല്ലാ വൃദ്ധസദനങ്ങളുടെയും വളർച്ച. മക്കളുടെ തളർച്ച വൃദ്ധസദനങ്ങളുടെ വളർച്ച അല്ലെന്ന് പറയാൻ പറ്റുമോ? കോടിക്കണക്കിന് സമ്പത്തുണ്ട്, അതിന്റെ ഓരോ വിഹിത ഉമ്മായി ഞാൻ അവിടെ കൊണ്ട് നാക്കിയിട്ട് ഉമ്മാക്ക് അകമഴിഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ഉമ്മായ നോക്കുന്ന ആക്ക് വേണ്ടി ഞാൻ വാരിക്കോരി കൊടുക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു തരാം കാര്യത്തിന്റെ ഗൗരവം. മുസ്തഫ നബി തങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഇന്നത്തെ വാളിൽ ഈ ഇരിക്കുന്നതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മുസ്തഫ നബി തങ്ങൾ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തലാണ്ട് കിട്ടൂലെന്നാ. ഇന്നത്തെ വാളിന്റെ വേദിയുടെ കൂലി ഇൻഷാ അല്ലാഹ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. ഉമ്മമാരുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയും, ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തം തരി, ഞാൻ എന്നിട്ട് ഇവിടെ ഇരിക്കാം. അൽഹംദുലില്ലാ, റാഹത്താൻ. അതിനുവേണ്ടി എല്ലാവരും ഇരുന്നിട്ട് പോയി, എനിക്ക് വിഷയമില്ല. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ദുആ കിട്ടണോ? നമ്മളവിടെ ചെന്ന് അല്ലാഹുവിന്റെ കാര്യങ്ങളൊക്കെ നിന്ന് എളുപ്പമാക്കണേ, ഈ കിടക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ടെന്ന് പറയല്ലോ. ആദ്യമായിട്ട് എവിടെ പറയണം? നിങ്ങളുടെ ഉമ്മാന്റെ ചാരത്ത്, ഉമ്മ ഞാൻ ഇന്നടത്തേക്ക് പോവാൻ, ഉമ്മ ദ്വാരക്കണം, ഉമ്മ ദ്വാരക്കണം ആത്മാർത്ഥമായി. നിങ്ങളുടെ ദ്വാക്കൊരു പവറുണ്ട്. ഇത് പറഞ്ഞ എത്ര മക്കളുണ്ട്? അതേസമയം ഉസ്താദിനെ വിളിക്കും. നമ്മളെ എത്ര ആൾക്കാരെ വിളിക്കണ്ട, എന്നിട്ട് പറയും, ഉസ്താദേ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്, ഉസ്താദ് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. ഉസ്താദ് ദുആ ചെയ്യും, ഓക്കെ. പക്ഷെ ആദ്യമായിട്ട് ദുആ ചെയ്യാൻ പറയുന്നത് എവിടെയാണ്? ഉമ്മാന്റെ മുമ്പിലാണ്, ബാപ്പയുടെ മുമ്പിലാണ്. അവർ ദ്വാരക്കട്ടെ, അല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയാ, ഒക്കെ മറന്നു പോകുന്നുണ്ട് നബിയന, പഠിക്കുന്നതൊക്കെ മറക്കുന്നുണ്ട്, എന്താ ചെയ്യാ? എന്റെ ഒരു മരുന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പോവുക. ആദ്യത്തെ മരുന്ന് ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് ഉമ്മടുത്ത് പറയും, ഉമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മാപ്പ് തരണമെന്ന് പറയും. അൽഹംദുലില്ലാഹ്, ഈ സ്വഹാബി കേട്ടപാടെ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ പുണ്യ ഹബീബിന്റെ ചാരത്ത് നിന്ന് വരാൻ, അതുകൊണ്ട് എന്റെ ഉമ്മ ഒരു കാര്യം ചെയ്ത് എനിക്ക് മാപ്പ് തരണം, ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാക്കൊന്നുമില്ല, ഉമ്മാക്ക് എപ്പോഴും ഉമ്മാന്റെ കുട്ടിയോട് പൊരുത്തമേ ഉള്ളൂ. ആ ശരി ഉമ്മ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നു. എന്നിട്ട് പറയാം, മുത്തുനബിയെ 2 കൊല്ലം കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്, ആ കാര്യം ഇന്നിപ്പോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെന്നാണ്. 2 കൊല്ലം കൊണ്ട് ഒരു കാര്യം മൂപ്പർക്ക് നഷ്ടപ്പെട്ടു പോയി. എവിടെ വെച്ചെന്നറിയില്ല, വെച്ചതായിട്ട് ഓർമ്മയുണ്ട്, എവിടെ വെച്ചെന്നറിയിട്ടില്ല. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തം കിട്ടിയവിടെ പറയാൻ, യാ റസൂലല്ലാഹ്, അതൊരു വല്ലാത്തൊരു മരുന്നാണ് കേട്ടോന്നാ. ഏത് വിദ്യാഭ്യാസത്തിന്റെ മേഖല പോയാലും, ഇത് ഇനിയിപ്പോ എഞ്ചിനീയർ ആയാലും ബികോം ആയാലും ബിഎഡ് ഏതായിക്കോട്ടെ, ആദ്യത്തെ പഠനശാലിനെ അവിടെ നിന്ന് പൊരുത്തം പിടിച്ചിട്ട് പോകണം. അതുകൊണ്ടാണ് പറഞ്ഞത് മുത്തുനബിയോട്, എന്ത് യാ റസൂലുള്ളാഹ് ഇതൊക്കെ ചെയ്തു. അപ്പൊ പറഞ്ഞു, സ്വർഗത്തിൽ ഉമറിനോടൊപ്പം അബൂബക്കറിനോടൊപ്പം ഉസ്മാനോടൊപ്പം സ്വർഗത്തിലാണ്. എന്നിട്ട് പറഞ്ഞു, മാലം യഖവാലിദൈ, മാതാവിനെ വെറുപ്പിച്ചോ, പിതാവിനെ വെറുപ്പിച്ചോ, അവരെ കുറ്റം പറഞ്ഞോ, അല്ലാഹുവിന്റെ ഒരു ഇബാദത്തും സ്വീകരിക്കൂല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇന്നലെ ശരീരധാരികളുടെ പ്രവാസനത്തിന് വേണ്ടി കടന്നു വന്ന പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ സ്വന്തം സഹോദരനെ പോലെ പറയുകയാ, ശരീരധാരിയുടെ സഹോദരൻ അല്ലാഹുവിന്റെ നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുവോ? എന്റെ മുമ്പ് അല്ലാഹുവിന്റെ നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുവോ? എന്റെ സഹോദരൻ അല്ലാഹുവിന്റെ നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുവോ? എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലുമില്ല. അതുകൊണ്ട് പറയാ, ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ പ്രഭാഷണം കഴിയുന്നതിന് ഒരാളും എഴുന്നേൽക്കാതെ അവിടെ ഇരുന്നിട്ട് വിഷയം പൂർത്തിയാക്കി ഇന്ന് രാത്രി പോയി ബാപ്പാന്റെ ഉമ്മാന്റെ കാൽക്കൽ വീണിട്ട് എത്തിക്കടന്നുകൊണ്ട് പൊരുത്തം വേദിക്കുന്ന മക്കളായിട്ട് മാറണം നമുക്ക്. അതുകൊണ്ട് മുസ്തഫായിന് വിധങ്ങൾ പറഞ്ഞു പോയതാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന്, കഴിഞ്ഞ റമളാനില് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വന്നിരുന്നിട്ട് വാട്സപ്പ് ഓഫാക്കിയിട്ട് ഫേസ്ബുക്ക് ഓഫാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എവിടെയാ മോനെ നിന്റെ തൗബയെ സ്വീകരിച്ചത്? എവിടെയാ നിന്റെ ഖുർആനെ സ്വീകരിച്ചത്? എവിടെയാണ് പാവപ്പെട്ടവർ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ മുമ്പില് അവിടന്നതാ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവേ പുണ്യ റമളാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് ബിസ്മില്ലക്ക് കൊടുക്കുന്നുണ്ട് പൊന്നുകങ്ങള്. അതാ ബിസ്മില്ലക്ക് കൊടുക്കുന്ന പ്രിയപ്പെട്ട പാപ്പമാര്, ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണോ? അല്ലാഹുവേ പാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ പൊരുത്തം ഫീരിൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. സുഹ്തുൽ അല്ലാഹുവിന്റെ കോപം ഫീ സുഹ്തുൽ വാലിദൈൻ, മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണെന്ന് പഠിപ്പിച്ചത് മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒക്കൊന്ന് പറയ്, സ്വലാത്ത് മുഴങ്ങട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരം നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തന്നെ പോയിട്ട് പൊരുത്തം ചോദിച്ചോളി. അപ്പൊ പലരും പറയും, ഉസ്താദേ എന്റെ ഉമ്മ ഇല്ലല്ലോ, എന്റെ ബാപ്പ ഇല്ലല്ലോ, അവരൊക്കെ നാരടി മണ്ണിലാണ്, എന്താ ചെയ്യാ? ഇൻഷാ അല്ലാഹ് അതിനുള്ള വഴി ഞാൻ പഠിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് നന്നായിട്ട് കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം തരട്ടെ. ഉണ്ടോ? അവരുടെ പൊരുത്തലേക്ക് ഒരു ഫർളും അള്ളാഹു തആല സ്വീകരിക്കൂല. ഉറപ്പാണ്. അതിനകത്ത് ഒരു സംശയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണ്ട. അള്ളാഹു നമ്മളോട് പറഞ്ഞത്, അള്ളാന്റെ ഹബീബുമാണ് നമ്മളോട് പറഞ്ഞത്, സ്വഹാബത്താണ് പഠിപ്പിച്ചത്. അവരുടെ ഒരുപാട് കഥകളുണ്ടല്ലോ, ഇല്ലേ? ഒരുപാട് പ്രഭാഷണത്തിന്റെ വേദികളിൽ കേട്ടതാണ്. എന്നാലും പാഠത്തിന് വേണ്ടി ഒന്ന് പഠിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ഹജ്ജിന് വേണ്ടി കടന്നു പോകാം. ആഗ്രഹത്തോട്, അഭിലാഷത്തോട്, അന്തസ്സത്തോട് അവിടെ നിന്ന് തന്റെ സ്വത്തുക്കളൊക്കെ കൂട്ടി വെക്കുകയാണ്. ഒരു ദിവസം ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് പറയുന്നു, പിന്നാര ഉമ്മ ഈ പലരിന്ന് ഹജ്ജിന് പോകാ ആഗ്രഹമുണ്ട് ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ എന്റെ ഉമ്മ വയസ്സായ ഉമ്മയല്ലേ, എന്റെ കണ്ണടിയെ നീ കടന്നു പോയാൽ ഈ ഉമ്മയെ നോക്കുന്നതാരാ? അതുകൊണ്ട് പോകല്ലേ പെണ്ണുമോനെ. അവരെല്ലാം കാതേറ്റുകൊണ്ട് കാത്തിരിക്കുകയാണ്. ആളുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോ എല്ലാവരുടെ മനസ്സിൽ ചിന്ത കടന്നു വരികയാണ്, അല്ലാഹുവേ എന്റെ ഈ കഴിവിന് മാത്രം കഴിയാത്തത്. എല്ലാവരും കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യാൻ മനസ്സ് വെട്ടിയിട്ട് പറയാ, എല്ലാവരും കടന്നു പോകുന്നുണ്ട്. റബ്ബേ ഈ പതിന് എന്തോരു ഹതഭാഗ്യവാനാ. അവസാനം മനസ്സുകൊണ്ട് രപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കേൾക്കുക, എന്റെ പെണ്ണനെ കേൾക്കുക, എന്റെ ചെറുപ്പക്കാരെ കാത് തുറന്നെന്ന് കേൾക്കുക. പല ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് പറയാറുണ്ട്, സാറ് ജോലിയില്ല ഉസ്താദ്, എഞ്ചിനീയറിംഗിന് പഠിച്ചതിനാണ്, ബിടെക്കിന് പഠിച്ചതിനാണ്, MBBS പഠിച്ചതാണ്, പക്ഷേ ജോലിയില്ല. അങ്ങനെ വിചാരിക്കുന്ന പറയുന്ന പൊന്നുമോനെ നന്നായിട്ടെന്ന് കേട്ടോ. അവിടെ ഏതായാലും തന്റെ എല്ലാ സാമഗ്രികളും ഒരുക്കി കൂട്ടിയിട്ട് ഒരു കെട്ടിനകത്താക്കി
ഫമൽ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ് അവിടേക്ക്. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഉമ്മാന്റെ അനുവാദമില്ലാതെ തിരിക്കുകയാ. ഹജ്ജിന് വേണ്ടിയിട്ട് പോകുവാനാണ്. യാ അല്ലാഹ്, ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നുപോയി. സന്ധ്യസമയമായപ്പോ അല്ലാഹുവേ ക്ഷീണം കൊണ്ട് പള്ളിയിലേക്കൊന്ന് കയറുകയാണ്. ആ പള്ളിയിലേക്കൊന്ന് കയറിയിട്ട് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ ആ സമയത്താണ് ആ നാട്ടിൽ ഒരു കളവ് നടക്കുന്നത്. ആ നാട്ടുകാര് കള്ളനെ തിരക്കിയിട്ട് ഓടുകയാണ്. ഫള് വിചാരിച്ചു, ഏതായാലും ഇത്ര നേരമായല്ലോ, ഇന്നൊന്ന് പള്ളിയിലേക്കൊന്ന് പോയിട്ട് പോവാം. അവിടെ കയറി ഇരുന്നു, വിശ്രമിച്ചു. ആ സമയത്ത് നാട്ടിലൊരു കളവ് നടന്നു. ആ കളവ് നടന്നപ്പോൾ നാട്ടുകാർ കള്ളനെ തിരക്കി. എവിടെയാണ് കള്ളനെന്നറിയുക? അവസാനം കള്ളൻ ഓടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. ഇവരതാ കടന്നു ചെന്നുകൊണ്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോഴോ ആരാ ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുകയാണ്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുകയാണ്. നാട്ടുകാർ കടന്നു ചെന്നു സുജൂദിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് പറയാ, എടാ നീ മോഷണം നടത്തിയത് പോരാഞ്ഞിട്ട് ഇവിടെ കയറി കിടക്കുകയാണോ? ഏയ് നിങ്ങളെങ്ങനെ പറയല്ലേ, നിങ്ങൾ എന്തേ പറയണേ? മോഷ്ടിച്ചെന്നോ? ഏയ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ ഹജ്ജിന് പോകുന്ന ആളാണ്. ഞാൻ അള്ളാന്റെ പള്ളി കയറി ഒന്ന് സുന്നത്തൊക്കെ ഒന്ന് രക്ഷയുണ്ട്, അതുകൊണ്ടൊന്ന് കയറിയതാ. മോനെ നിന്നെപ്പോലെയാൻ ഈ നാട്ടിൽ എന്ത് കളവ് നടന്നോ അവരൊക്കെ ഓടി പടച്ചോന്റെ പള്ളി കയറിയിട്ട് പറയും നമ്മൾ അള്ളാഹുവിന്റെ ആൾക്കാരെ നിസ്കരിച്ച് നോമ്പെടുത്ത് സക്കാത്തോടും സ്വതക്ക്. ഇങ്ങനെ പലതും പറയുന്നത് ഈ കളി ഇവിടെ പറ്റൂല, ഈ കളിയുടെ പറ്റൂല. പള്ളിയിലെല്ലാവരും പൊക്കിയെടുക്കുകയാ. രാജാവിന്റെ സന്നിധിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നിട്ട് രാജാവിന്റെ കിങ്കരന്മാര് പറയാ, രാജാവേ ഇവനാണ് മോഷണം നടത്തിയത്. അല്ലാ അല്ലാ, രാജാവിന്റെ ഓർഡർ വരികയാണ്. ഇവന്റെ കാലുകൾ മുറിക്കുക, ഇവന്റെ കൈകൾ മുറിക്കുക, ഇവന്റെ കല്ലുകൾ ചോർന്നെടുക്കുക, അവന്റെ കാതുകൾ അരിഞ്ഞു മാറ്റുക. രാജാവിന്റെ വിധി വന്നതോടെ പലകളിലുള്ള കണ്ടതിന്റെ കാലുകൾ മുറിച്ചു മാറ്റുകയാണ്, കൈകൾ മുറിച്ചു മാറ്റുകയോ. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമ്പോ വേദന കൊണ്ട് പിടയുകയാ. അമ്പരത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ പൊട്ടിക്കറിയുകയാണ്. അവസാനം രാജാവ് പറയുകയാണ്, ഇവന് ഒരു കുന്തത്തിന്റെ പുറത്ത് ഒരു വടിയുടെ പുറത്ത് കുത്തിയെടുത്തിട്ട് പട്ടണത്തിലൂടെ കൊണ്ടുകറങ്ങുക. എന്നിട്ട് പറയണം, ഇന്ന് ആര് കളവ് നടത്തുന്നോ അവന്റെ അവസ്ഥ ഇങ്ങനെയാ എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ ഓർഡർ വരുമ്പോ പലരെല്ലാവരും ഒരു കുന്തത്തിന്റെ പുറത്ത് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അവർ വിളിച്ചു പറയാ, ഇത് ഞാൻ മോഷണം നടത്തിയത്. ആരാ മോഷ്ടിക്കുന്നത്? അവന്റെ കൈകാലുകൾ ഇന്നുണ്ടാകില്ല, അവന്റെ കണ്ണുണ്ടാകില്ല. അപ്പോഴാണ് വടിയുടെ കുന്തത്തിന്റെ പുറത്തിറങ്ങിട്ട് പറയാ, എന്നെ ചുമക്കുന്നവരെ, എന്റെ കൈകാലുകൾ മുറിച്ചവരെ, എന്റെ കണ്ണ് ചുവന്നെടുത്തവരെ, എന്നെ മോഷ്ടാവെന്ന് പറയല്ലേ, മോഷ്ടിച്ചുവെന്ന് പറയല്ലേ. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, ഉമ്മാന്റെ അനുവാദമില്ലാതെ ഹജ്ജിന് പേര് മകനാണെന്ന് പറഞ്ഞു, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കടന്നുപോയ മകനാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അന്തം വിട്ടുപോയി. പലകളിയല്ലാഹുവിനെ ഒരു വീടിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹമുണ്ട്. കൈകാലുകളില്ലാത്ത പലകളിയല്ലാഹുവിനെ അവിടെ കിടന്നുകൊണ്ട് വാനത്തുകൊണ്ട് നിലവിളിക്കുകയാ, വെള്ളം തരണേ, ദാഹിക്കുന്നേ, വിശക്കുന്നേ, ആരെങ്കിലും അല്പം വെള്ളം തരുവോ? വിഷമത്തോടെ ദുഃഖത്തോടെ പലകളിയല്ലാഹെന്ന് പൊട്ടിക്കറിയുമ്പോ ആ വീടിന്റെ അകത്തുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാ. ആരാം എന്റെ വീടിന്റെ ചാരത്താരാ ഭക്ഷണം ബോധിക്കുന്നത്? നിങ്ങളെന്റെ ചാരത്തേക്കൊന്ന് കടന്നു വരിക. അപ്പോഴാണ് അവിടെന്ന് പറഞ്ഞത്, സഹോദരി എനിക്ക് നടന്നു വരാൻ 2 കാലുകളില്ല, എന്നാ നിങ്ങളുടെ കൈ നീട്ടുമോ? കൈകൾ നീട്ടാൻ എന്റെ കൈകളില്ല, എങ്ങനാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക?
ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ അന്യപുരുഷനാകുമല്ലോ, അത് കാണല് ഹറാമല്ലേ, അതുകൊണ്ട് എങ്ങനാണ് ഞാൻ കടന്നു വരിക? ആ സമയത്ത് പറഞ്ഞു, എനിക്ക് കണ്ണുകളുമില്ല, എനിക്ക് 2 കണ്ണുകളില്ല. വേദനയോടെ അല്ലാഹുവിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, ആരാണ് അല്ലാഹുവേ? കൈകാലുകളില്ലാത്ത മനുഷ്യനാരാണ്? എന്റെ വീടിന്റെ ചാരത്തുന്നറിയാ അവിടുന്ന് ഈ സഹോദരൻ ഇറങ്ങി വരികയാണ്. വന്നുകൊണ്ട് നോക്കുമ്പോൾ കൈയില്ലാത്ത കാലില്ലാത്ത ശരീരങ്ങളറ്റുപോയൊരു മനുഷ്യൻ ചോരയിൽ പിടന്നിട്ട് മാംസപിണ്ഡമായി കിടക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, നീ ഏതാണ്? ആ ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ മനസ്സിലായി. അവിടുന്ന് പറയുന്നു, നിങ്ങൾ അന്യ പെണ്ണല്ല, നിങ്ങൾ അന്യ സ്ത്രീയല്ല, നിങ്ങളെന്റെ ഉമ്മയാ. പൊന്നുമ്മ, ഇത് നിങ്ങളുടെ പൊന്നുമോന് പൊന്നിലാണുമ്മ. മോനെ, എന്റെ പൊന്നുമോനിക്ക് പറ്റിയത് നിന്റെ കാലുകളുടെ, നിന്റെ കൈകളുടെ, നിന്റെ ശരീരങ്ങളുടെ. അപ്പോഴാണ് പറഞ്ഞതുമ്മ, എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയാൻ ആഗ്രഹം വെച്ചുകൊണ്ട് കടന്നുപോയവരാണ്. എന്റെ കൈ പോയുന്ന, എന്റെ കാല് പോയുന്ന, എന്റെ ശരീരങ്ങൾ മുറിച്ചു മാറ്റിയുന്ന. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പടച്ചവന്റെ പള്ളിയിൽ കയറി പുണ്യ റമളാനിലെ നോമ്പ് നോക്കുകൊണ്ട് വിശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലെ പോയിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഒന്നാമത്തെ വഴിയേതാ? പാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമാണ്, പാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമാണ്, പാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമാണ്. മോനെ, കടന്നുപോയത് സുന്നത്തായ കാര്യത്തിനല്ല, നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബയില്ലേ, ആ കഅബ കാണാ കടന്നുപോയ ഫലിതങ്ങളാ അല്ലേ? വേറെന്തെങ്കിലും കാര്യത്തിനാണോ? അല്ല. അള്ളാഹുവിന്റെ കഅബ ഒന്ന് കാണാൻ നമ്മളൊക്കെ എപ്പോഴും നേരെ നിൽക്കുമല്ലോ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട കഅബ 2 കണ്ണുകൊണ്ട് കൺകുളിർക്ക് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ പടച്ചോനെ. ഉറക്കൊന്നു എല്ലാവരും പറയും, അള്ളാഹു നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണേ പടച്ചോനെ. അതിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്, ബിഹഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പറയും, ഉസ്താദ് എത്ര വിഷയങ്ങൾ കിടക്കുന്നുണ്ട്, ഖബറുണ്ട്, മരണുണ്ട്, പിന്നെ മരണമുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? അവിടെ രക്ഷപ്പെടണ്ടേ? നമുക്ക് ഈ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? മരണത്തിന്റെ സമയത്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ? ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂചിപ്പിച്ചതുപോലെ അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുള്ളവന്റെ റൂഹിനെ പിടിക്കുമെന്നാണ്. നമുക്കും വേണ്ട അങ്ങനെയെങ്കിലും അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കണ മാതിരി എന്നാണ്. മദീനത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ, അതാക്കിയെന്നൊക്കെ ഒന്ന് ഉറക്കെ കേൾക്കട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉറക്കെ ചൊല്ലിക്കോളി ഈ സ്വലാത്ത് മുഴുവൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അവസാനം നമുക്ക് ഒരുമിച്ച് പിന്നെ ഹദിയ ചെയ്തിട്ട് പോകണം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കട്ടെ. ഏറ്റവും വലിയ വിഷയം ഇതാണ്, പറയേണ്ടുന്നതിൽ ഏറ്റവും വലിയ വിഷയം. ഈ 2 പേരുടെ പൊരുത്തല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. മരിച്ചാലോ അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാകമാർ കടന്നു വരും നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. നമ്മുടെ നാട്ടുകാരൊക്കെ ഷമീർദാരി മരിച്ച ഉമ്മാന്റെ പൊരുത്തല്ലെങ്കിലോ നമ്മളിങ്ങനെ നല്ല വെള്ളം കോരി ഇങ്ങനെ പണ ഒഴിക്കും, പക്ഷെ അത് കേൾക്കൂല. നരകത്തിന്റെ മാലാകമാര് വന്നിട്ട് ചൂട് വെള്ളം കൊണ്ടുവന്ന് കോരി ഒഴിക്കും, അവർ പിടിച്ചിട്ട് ഞെരുക്കും. യാ അല്ലാഹ്, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് ഉമ്മമാരല്ല ഈ ഇരിക്കുന്ന പിന്നെ ആണുങ്ങളോട് ഞാൻ ഒന്ന് ചോദിക്കാൻ, ഇന്നത്തെ രാത്രി എനിക്ക് എന്റെ ഉമ്മാന്റെ പൊരുത്തം കിട്ടിയേ പറ്റൂ എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈമന്തിക്ക് നോക്കി ഇൻഷാ അല്ലാഹ്. ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്ര ആൾക്കാരുണ്ടാവും? അൽഹംദുലില്ലാഹ്, താത്തിട്ടോളി. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കൾ അള്ളാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തട്ടെ. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റണമെങ്കിലും ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ചൊല്ലണമെങ്കിൽ 7 കാര്യങ്ങളുണ്ടല്ലോ. അതിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം മാതാവിന്റെ പൊരുത്താണെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പറയാണ്ട് അല്ലെ. മാതാവിന്റെ മുഖത്തേക്ക് സന്തോഷത്തിന്റെ ഒരു നോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം ഒരു മകൻ നന്നായിട്ട് നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത കൂലിന. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ ഉസ്താദ്, കഅബാലെ അത് പോയേ പറ്റുള്ളൂ. ഇത് അള്ളാന്റെ ഹബീബിന്റെ ഓഫറാണ്, അതൊക്കെ മേടിച്ചോളി, പിന്നെ കിട്ടൂല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം വേണോ, മാതാപിതാക്കളുടെ പൊരുത്തം മേടിച്ചോളി എന്നാണ്. അവരെ വെറുപ്പിച്ചാലോ അവരെ വെറുപ്പിച്ചാൽ പിന്നെ ശിക്ഷയ്ക്ക് വേണ്ടി മാറിയിരിക്കണ്ട, ഉടൻ അള്ളാഹു തരുമെന്നാണ്. ഉടൻ തരുമെന്നാൽ എന്റെ വാക്കോ ഇരിക്കുന്ന പണ്ഡിത വരേണ്യന്മാരുടെ വാക്കോ അല്ല, ഒരിക്കലും കറയപ്പെരിയാലത്തെ ബഹുമാനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അസ്രാഈലിന്റെ റൂഹ്, അവന് ബഹുമാനപ്പെട്ട അള്ളാന്റെ ഹബീബിന്റെ റൂഹ് പിടിച്ച പോലെങ്കിൽ നമ്മളൊന്ന് എടുത്ത് പിടിക്കണ്ടേ? അങ്ങനെങ്കിലും ഒന്ന് പോയാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. മുസ്തഫ നബി തങ്ങൾ പോലും വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞില്ലേ? ആരംഭപ്പൂവിന്റെ നീല കണ്ട ആലും സ്വഹാബത്തുൽ ചീരുപ്പല്ലോ മുത്തായ തങ്ങളുടെ കിടക്കുന്നു മുത്തുമാൽ ഫാത്തിമ സാരത്തിരിക്കുന്നു ആലും ദേവിയാവുന്നു ആവേറിക്കുന്നു ആറ്റൽ റസൂലുള്ള നമ്മെ വഫാത്തിന്റെ വേളയിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ്, അല്ലാഹുവേ റൂഹ് പിടിക്കുന്നത് മുഹമ്മദ് നബിന്റെ റൂഹാൻ, അതുകൊണ്ട് ഒന്ന് ലഘുവാക്കി തരണേ അല്ലാഹ്. ആരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബി, അള്ളാഹുവിനോട് ഒരുപാട് അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വല്ലാത്ത വേദനയുണ്ട്, റബ്ബേ ഒന്ന് ലഘുവാക്കണം. അങ്ങനെയെങ്കിലും ഒന്നെത്തണോ, മാതാവിന്റെ പൊരുത്തം വേണമെന്നാണ്, പിതാവിന്റെ പൊരുത്തം വേണമെന്നാണ്. ഉമ്മ സ്വർഗം, അതിന്റെ വാതിൽ ബാപ്പയാണ്. ഒരു വീട് വെച്ചാൽ അതിന് നല്ലൊരു വാതിൽ വേണം, ആ വാതിലാണ് ബാപ്പ. ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയ സുബ്ഹാനല്ലാഹ് എവിടെ ചെന്ന് അവസാനിക്കുക? മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇത് വേറെ എന്ത് നമുക്ക് നേടിയെടുക്കും? നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല നിസ്കാരങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വീട്ടിയെടുക്കാം. പക്ഷെ ഉമ്മാന്റെ പൊരുത്ത് എപ്പോഴാ കിട്ടിയപ്പോ മേടിച്ചോണതാ, കിട്ടിയ മേടിക്കണം, ഇല്ലെങ്കിൽ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ വിഷയം ഒരാൾ അറിഞ്ഞിരിക്കേണ്ട. അല്ലാഹുവിന്റെ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഉറങ്ങല്ലേ, ഇന്നലത്തെ ക്ഷീണം വെച്ച് ഉറങ്ങണ്ട, ഉറക്കെ ചൊല്ലിക്കോളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പെട്ടെന്ന് മേടിക്കണം സ്വഹാബത്തെ എന്നാണ് അല്ലേ. അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം അല്ലാഹു റസൂൽ പറഞ്ഞത്. എന്തല്ല, വെറുതെ അല്ല. അതല്ലേ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല പൊന്നുമകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ സ്വർഗം ഒന്ന് കൊണ്ടുവരാൻ പറ്റോ? നിങ്ങൾ എന്നോട് ചോദിച്ചെന്താ പറയാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചെന്താ പറയാ? അല്ലാഹുവേ മൊയ്ലിയാർക്ക് മുടി പ്രാന്തായി, മോൻ എവിടെ നിന്നാ കൊണ്ടുവരാൻ നിങ്ങൾ ചോദിക്കുള്ളൂ. ഇവിടെ വെച്ചിട്ട് സ്വർഗം കൊണ്ടുവരാനും അതേ പറ്റും. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല മുഹമ്മദിന്റെ ആ പ്രിയപ്പെട്ട പൊന്നുമകനെ വിളിച്ചിട്ട് ബാപ്പയാകുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു എന്ന് പറഞ്ഞു, മോനെ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നിന്റെ സ്വർഗമെന്ന് കൊണ്ടുവരാൻ പറ്റുമോ? പ്രിയപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാ, എന്റെ പൊന്നുപ്പാ, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് എന്റെ സ്വർഗം ഞാൻ കൊണ്ടുവരാപ്പാ. അവിടുന്ന് പൊന്നുമകൻ ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നതെന്നറിയോ? വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്കാണ് ഓടിപ്പോകുന്നതെവിടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമോനെ നന്നായി കേട്ട്, ഓടിപ്പോകുന്നതെവിടെ? വീടിന്റെ ഘട്ടത്തിലേക്കാണ്. അവിടെ നിൽക്കുന്നതാരാ? തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ? ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാണോ ഞാൻ കാൽപാദം വെക്കുക? അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാന്റെ വാക്കുകേട്ടുകൊണ്ട് മകൻ പറയാൻ ഉമ്മ ആവശ്യമുണ്ട്, ഉമ്മയുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ? പിന്നാര മക്കളുടെ വാക്കല്ലേ
അന്തന്നവിടന്ന് കാല് പൊട്ടിക്കൊടുക്കുകയാണ്. ആ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയില് ഒരു തുണിയൊന്നേക്ക് വിരിക്കുന്നു. പൊന്നുമോ, ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരുന്ന പൊടിമണ്ണ് കൈകൊണ്ട് തട്ടിയിട്ടുകൊണ്ട് അതാ അവിടന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഉപ്പാന്റെ കയ്യെ കൊണ്ട് കൊടുക്കുമ്പോ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല ചോദിക്കുകയാ, ഓ പൊന്നുമോനെ, ഈ പൊതിയാണോ നിന്റെ സ്വർഗം? അവിടന്ന് പറഞ്ഞു, ഇതെന്റെ സ്വർഗമാണ്, ഇതെന്റെ സ്വർഗമാണ്, ഇതെന്റെ സ്വർഗീയ ലോകമാണിപ്പാ. പ്രിയപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു എന്ന് പറഞ്ഞു, മോനെ എന്താണ് ഈ പൊതിക്കുള്ളില്? ഇത് കുറച്ച് മണ്ണാണിപ്പാ. ഈ മണ്ണെങ്ങനാണോ നിന്റെ സ്വർഗമാകുന്നത്? അതാ തുറാബേ ജന്ന. എന്റെ ഉപ്പ, ഇതാണ് എന്റെ സ്വർഗത്തിന്റെ മണ്ണ്. എവിടെന്നാ പൊന്നുമോനെ ഈ മണ്ണ് വെട്ടിയത്? എന്റെ ഉപ്പ എന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിലെ പറ്റിയിരുന്ന പൊടിമണ്ണാണിപ്പ. എന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിലുള്ള പൊടിമണ്ണുണ്ടല്ലോ, ഓ പൊടിമണ്ണെന്റെ സ്വർഗമാ, എന്റെ സ്വർഗമാണ്, എന്റെ സ്വർഗമാണ്, എന്റെ സ്വർഗമാണ്. ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടി പറ്റിയിരുന്ന മണ്ണെടുത്തിട്ട് പറയാൻ ഇതാണ് എന്റെ സ്വർഗം എന്നാ നമ്മൾ പറയോ? ഉസ്താദ്, നമ്മൾ കുറെ നോക്കി, കുറെ അഴുക്കും ചെളിയല്ല സ്വർഗമൊന്നും കണ്ടിട്ടില്ല നല്ലേ പറയുള്ളൂ. നല്ല നീയത്തോടുകൂടി കേക്കിൽ പടച്ചോനെ ഇന്നങ്ങോട്ട് വീട്ടിൽ ചെന്ന് കിളവി ആരംഭിക്കല്ലോ വിണുവിണ് വീണാന്നും പറഞ്ഞിട്ട് കണ്ടാ ഉസ്താദ് പണഞ്ഞത് കേട്ടാ നിങ്ങൾ ചോദിച്ച അവസാനം നമ്മൾ കൊടുങ്ങൂലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇന്നിപ്പം വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് ഇനിയിപ്പോ പൊരുത്തം ചോദിക്കണമല്ലോ എന്നൊക്കെയാ. അവിടെ ഉണ്ട് സ്വർഗം. ഈ ഇരിക്കണ നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ സ്വർഗാണ്. ഈ ഇരിക്കണ നമ്മുടെ ബാപ്പമാർ നിങ്ങളുടെ സ്വർഗത്തിന്റെ കവാടമാണ്. അവരെ പുച്ഛിക്കല്ലേ, അവരെ ചീത്ത വിളിക്കരുത്, അവരെ വെറുപ്പിക്കരുത്. അവർ നീ എത്ര മോശമായിട്ട് നമ്മളോട് പെരുമാറിയാലും അവരോടൊന്നും പറഞ്ഞേക്കല്ലേ, മിണ്ടിയേക്കല്ലേ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. എത്ര ഗൗരവത്തോടുകൂടിയാ പറഞ്ഞത്, എത്ര ഗൗരവത്തോടുകൂടിയാണ്. അവരെ വെറുപ്പിച്ചാലോ ഇന്നല്ലാഹു യുഅജ്ജിലുഹുനല്ലേ, വളരെ പെട്ടെന്ന് അള്ളാഹു ശിക്ഷ തരുന്നാൻ. വളരെ പെട്ടെന്ന്, താമസമൊന്നും വേണ്ട, ഒരു താമസം വേണ്ട. ഉമ്മാനെ വെറുപ്പിച്ചാൽ ഉമ്മാന്റെ ബാപ്പാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ കാര്യം ചെയ്യാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ശിക്ഷ ഉടൻ നിനക്ക് തരുമെന്നാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. ഇവിടെ ഇഷ്ടംപോലെ ഉസ്താദുമാരുണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും ഒരു മുത്തഅല്ലിമാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത ഇല്ലെങ്കിലും ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരോട് നിങ്ങളുടെ നാട്ടുകാരല്ലേ ചോദിച്ചു നോക്കി, ഉസ്താദ് അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും അംഗീകരിച്ചോലി. നിങ്ങൾക്കറിയണോ, തിരുവനന്തപുരം ജില്ലയിലെ നിങ്ങൾക്കൊരു പാഠം മനസ്സിലാക്കി തരാ. അല്ലാഹുവേ, ശിഹാബ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. യാ അല്ലാഹ്, ഇവിടെയുമുണ്ട് എന്റെ ആയത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ശിഹാബ് വാഫി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു കഥ. അവനെന്താണ് പറയുന്നത്? ഉസ്താദേ, ഒരു ദിവസം പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോകുമ്പോ എന്റെ വാഹനത്തിന്റെ പിന്നാലെ ആരോ പറന്നു വരുന്നുണ്ട്. അപ്പോഴാണ് വാഹനം അവിടെ നിന്ന് പറന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു, വണ്ടിരം എടുക്കുക, ആരോ കടന്നു വരുന്നുണ്ട്, അത്യാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസായിരിക്കാം. അവിടെ നിന്ന് വാഹനം കൊണ്ടുവന്ന് എന്റെ വാഹനത്തിന്റെ മുമ്പിലേതെങ്കിലും എടുക്കുകയാണ്. അപ്പോഴാണ് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നുണ്ട്. അതിനകത്തും ഇറങ്ങി വരുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളും നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ കടന്നു വരികയാ, നിങ്ങളും നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ കടന്നു വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഉസ്താദേ, എന്റെ ഒരു അനുഭവമുണ്ട്, നിങ്ങളോട് പറഞ്ഞാൽ കേൾക്കാനുള്ള സമയമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, എന്റെ വാഹനത്തിലേക്ക് കയറുക, ആ വാഹനം നമ്മുടെ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിന്റെ ഉള്ളിലേക്കെന്ന് കയറിയിരുന്ന ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് എന്റെ പൊന്നുമോനെ നാട്ടിക്കൽ ഉറൂസിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടെ കടന്നു വന്ന ചെറുപ്പക്കാര 37 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്, യുവകോമളനാണ്, രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു പോയ പയ്യനാണ്. അവൻ പറഞ്ഞു, ഉസ്താദ്, എന്റെ ഒരു കഥയുണ്ട്. എല്ലാ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഉമ്മയെക്കുറിച്ച് പറയുമ്പോ, പ്രസവിച്ച ഉമ്മയെക്കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കല്ലേ ഉസ്താദ്. ആ ചെറുപ്പക്കാരൻ കഥ പറയാൻ തുടങ്ങി. ഇത് ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ വന്നവരുണ്ട്,
ഇത് കേട്ടവരുണ്ടിവിടെ. അതുകൊണ്ട് പറയുകയാണ്, അവർ പറയുന്നു, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞു 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി. അന്ന് വരെ എന്റെ കല്യാണത്തിന്റെ മുമ്പ് വരെ എന്റെ ഉമ്മയില്ലാത്തൊരു ജീവിതം എനിക്കില്ല, എന്റെ ഉമ്മയെ കൊണ്ടുപോകാത്തൊരു യാത്ര എനിക്കില്ല, എന്റെ ഉമ്മയില്ലാത്തൊരു കല്യാണം എനിക്കില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 കൊല്ലമായി. പക്ഷേ ഇന്നേവരേക്ക് എന്റെ പൊന്നുമ്മാന് എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഒരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം തന്നെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നാളെ നേരം വെളുക്കുമ്പോ പൊന്നുമോനോടൊപ്പം ഒരു യാത്ര പോകാ, ഒരുങ്ങണം ഉമ്മ. പ്രിയപ്പെട്ട പിന്നാലെ ഉമ്മ അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. എന്റെ ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണുനീരവരുടെ കുപ്പായത്തിനോട് ഒഴിച്ചിട്ടാണ് എന്റെ ഉമ്മ പൊട്ടിക്കരയാ. സുബഹിന്റെ വാല് കേൾക്കുന്നതിന് മുമ്പ് ഞാനന്ന് എഴുന്നേറ്റ് കൊണ്ട് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്റെ ഉമ്മ മുസല്ലയിലാ. അവിടെ ഇരുന്നുകൊണ്ട് ഉമ്മ കരയുന്നുണ്ട്. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് ഒരുങ്ങുവോ, നിങ്ങളൊന്ന് ഒരുങ്ങുവോ. അവിടെ ഉമ്മ അവിടെ സന്തോഷത്തോടെ ഒരുങ്ങുകയാണ്. ഉമ്മ കുളിക്കുകയാണ്. മകന്റെ വാഹനത്തിൽ കയറിയിട്ട് ഉമ്മ ഇരിക്കുകയാ. മകന്റെ വാഹനത്തിന്റെ പിന്നിലാണ് ഉമ്മയുള്ളത്. എന്റെ ഭാര്യ അതാ ഞാനും കയറിയിട്ട് വാഹനത്തിന്റെ മുമ്പിലുണ്ട്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ പോകാം. ഉമ്മ പറഞ്ഞു, പോകാം മോനെ. അവിടെ നിന്ന് പൊന്നുമകനോടൊപ്പം യാത്ര ചെയ്ത് ഉസ്താദേ എന്റെ ഉമ്മാനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുമ്പിൽ എന്റെ ഉമ്മായെ കൊണ്ടുവന്നുകൊണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മാക്ക് സന്തോഷമാ, എന്റെ ഉമ്മാക്ക് ആനന്ദമാ, എന്റെ ഉമ്മാക്ക് ആഹ്ലാദമാ. ആ സമയത്ത് എന്റെ ഉമ്മ പറയാണ്, മോനെ നീ പറഞ്ഞത് ശരിയാണോ, ഇന്നലെ വരെ പേരക്കുട്ടികളെന്നോട് മിണ്ടിയിരുന്നില്ല, അവരെന്നോട് കളിച്ചിരുന്നില്ല, എന്റെ പെണ്ണുമോനെന്ന് എവിടെയും കൊണ്ടുപോയിട്ടില്ല, എന്റെ മരുമകളെന്നോട് മിണ്ടിയില്ല. ഇന്നെനിക്ക് സന്തോഷമാണ്, എനിക്കെല്ലാം കിട്ടി എന്റെ പെണ്ണുമോന്. അപ്പോഴാണ് ഉസ്താദേ വാഹനത്തിന്റെ ദിക്ക് തുറന്നിട്ട് ഒരു വലിയ ദേവന്റെ കൈകൊണ്ടെടുത്ത് ഉസ്താദേ എന്റെ ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോയത് വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്കാണ്. എന്റെ ഉമ്മാക്ക് എഴുതാനറിയില്ല, എന്റെ ഉമ്മാക്ക് വായിക്കാനറിയില്ല, ഇത് വൃദ്ധസദനമാണെന്ന് എന്റെ ഉമ്മാക്കറിയില്ല. എന്റെ ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നുപോയപ്പോ അല്ലാഹുവേ വടിയുമിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട ഉമ്മമാര്, അമ്മമാര്, സഹോദരിമാര് ഒരു പാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ എഴുന്നേറ്റ് പോകുന്നവരെന്ന് ഞാൻ കണ്ടിട്ട് പോര്. ഞാനവിടെ നിന്ന് എന്റേതായിട്ടുള്ള അവസ്ഥ മാറ്റിയിട്ടില്ല, എന്റെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഉമ്മ എന്റെ ഉമ്മാക്ക് ഇതുപോലെ കേൾക്കണ്ട, പാത്രവുമായിട്ട് കടന്നു പോകണ്ട, ഈ കാശുമായിട്ട് കടന്നു പോകണ്ട. എന്റെ ഉമ്മാക്ക് ഞാനല്ല കാശ് കൊടുത്തുള്ള റൂമെടുത്തിട്ടുണ്ട്. ഉമ്മ ഇതെന്തെന്നറിയോ, നിങ്ങളെ പോലെയുള്ള ഉമ്മമാരെ താമസിപ്പിക്കാനുള്ള സ്ഥലമാണ്. ഇന്നു മുതൽ എന്റെ ഉമ്മ കഴിയുന്നതിവിടെയാ. ഇത് കേട്ടപാട് എന്റെ ഉമ്മ കരയുകയാണ്. എന്റെ ഉമ്മ കരയുന്നത് ഇത്രത്തോളം കരയുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ അവിടെ നിന്ന് ബോധരഹിതയായി വീണുപോയ ഉമ്മയാണ്. ആ ഉമ്മാൻ അവിടെ ഉള്ളവരോട് സെക്രട്ടറിയോട് ഏൽപ്പിച്ചിട്ട് എന്റെ ഉമ്മാന്റെ ബോധം പോലും തെളിവാണ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് സംഭരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴേ എന്റെ ഞാനെന്റെ ഉസ്താദേ എന്റെ ഉമ്മയെ കൊണ്ട് ചെന്നവിടെ ആക്കി എന്നറിയോ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു ദിവസം എന്റെ ഉമ്മ മറിഞ്ഞു വീണിട്ട് 2 കാലുകളും മുറിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കിടപ്പേ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോ എന്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറയാ, ഒന്നിനെ നിങ്ങളുടെ ഉമ്മയെ ഒഴിവാക്കുക, അല്ലെങ്കിലോ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോഴേ എന്റെ കൺമക്കളായ എന്റെ കൺമണികളായ എന്റെ പൊന്നുമക്കളെ കാണാതിരിക്കാ എനിക്ക് കഴിയില്ല ഉസ്താദ്.
പപ്പയെടുത്ത തീരുമാനമാണ്. മറന്നു വീട് രണ്ട് കാലൊടിയുകയോ എന്റെ ഉമ്മാന്റെ കാല് ശരിയായപ്പോ എന്റെ ഉമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിൽ ആക്കിയതാണ്. അവിടെ നിന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴോ വാഹനത്തിൽ യാത്ര ചെയ്യുകയാ. എതിർദിശയിലൂടെ കടന്നു വന്ന ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് എന്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു പോയി. ഇന്നെനിക്ക് നടക്കാൻ കഴിയില്ല. അത് മാത്രമല്ല എന്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ട് എന്റെ വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി എന്റെ ചാരത്ത് വന്നിട്ട് പറയാണ്, മക്കളെ ഇന്ന് രണ്ട് കാലില്ലാത്ത ബാപ്പയെ കൊണ്ട് ഒന്നിനും കഴിയില്ല, നമുക്കുമ്മാന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഉസ്താദേ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് അവളവരുടെ പാട്ടിന് പോയി അവരുടെ വീട്ടിലേക്ക് പോവുകയാ. എനിക്ക് എഴുന്നേക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല, വസ്ത്രം ധരിക്കാൻ കഴിയില്ല. കിടക്കുന്ന കിടത്തെ കിടന്നുകൊണ്ട് മനമോത്ര വിസർജനം ചെയ്ത് 2 ദിവസം ഭാരമില്ലാതെ വീട്ടിന്റെ ഉള്ളിൽ മനസ്സിലും മോത്രത്തിനുമായി കുളിച്ചിടന്നു പോയി. അയൽവാസികൾ വന്നപ്പോഴാ ഞാനിവിടെ കിടക്കുന്നു വരുന്നത്. അങ്ങനെ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സ്വാതര കടന്നു ചെന്നിട്ട് എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പെണ്ണുമോന്റെ കാലുകൾ നഷ്ടപ്പെട്ടു പോയി, ആക്സിഡന്റ് സംഭവിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിലാണ്, ആരും നോക്കാറില്ല. എങ്ങനെയോ ആ പാവപ്പെട്ട വയസ്സായ ഒന്നേടെന്ന് ചാടുകയാണ്. പാതിരാത്രി 2 മണി ആയുഷ്കാല്. എനിക്കെന്റെ വേദന കാരണം കിടക്കാൻ പറ്റൂല്ല, എനിക്കിരിക്കാൻ പറ്റൂല്ല, എഴുന്നേക്കാൻ പറ്റൂല്ല, വെള്ളം കുടിക്കാൻ പറ്റൂല്ല. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണോ എന്നറിയില്ല, ആരോ വീടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടിയപ്പോ എനിക്ക് എഴുന്നേറ്റുകൊണ്ട് വാതിൽ തുറക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെന്നിട്ട് വാതിൽ തുറന്നപ്പോ ഒരു എത്ര വലിയ അല്ലാഹുവേ എന്റെ പെണ്ണുപോരി എന്ത് ഗതികേടാറബ്ബേ വെച്ചത്. ആരാണ് താഴെ കടന്നു വന്നതെന്നറിയോ? 2 കാലുകൾ നഷ്ടപ്പെട്ടപ്പോ ഒടിഞ്ഞപ്പോൾ ഉമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയ പെണ്ണുമോന്റെ കാല് മുറിച്ചപ്പോ ഈ പെണ്ണുമകന്റെ മനം മാറുന്നത്, ഈ പെണ്ണുമകന്റെ മൂത്രം മാറുന്നത്, ഈ പെണ്ണുമകനെ കുളിപ്പിക്കുന്നത്, ഈ പെണ്ണുമകനിക്ക് വസ്ത്രം മരക്കി തരുന്നത്, ഈ പെണ്ണുമകനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്റെ ഉമ്മയാ. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നൃത്തം തന്നാൽ എന്റെ ഉമ്മ അവിടെ നിന്ന് കിടന്നിറങ്ങാൻ സന്നദ്ധയല്ല. ഞാൻ ഇറക്കം പിടിച്ച എന്റെ ഉമ്മ എഴുന്നേറ്റിരിക്കാറുണ്ട് സ്ഥാനേ. എന്റെ ഉമ്മ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ എന്റെ മുറിച്ചു മാറ്റിയ കാലിന്റെ സ്ഥലത്ത് എന്റെ ഉമ്മ കൈവച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ പൊട്ടി കരയുന്നുണ്ട്. അല്ലാഹുവേ എന്റെ പെണ്ണിനോനിക്കിങ്ങനെ ഒരവസ്ഥ വെച്ചല്ലോ റഹ്മാനേ. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കടേ, എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കാൻ ദ്വാരക്കടേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ പാപ്പാനെ ഉമ്മാനെ വെറുപ്പിച്ചോ. ഒരു സെക്കൻഡിലാകട്ടെ പെണ്ണുമോനെ, ഒരു സെക്കൻഡിലാകട്ടെ പെണ്ണുമോനെ, ഉമ്മയും ബാപ്പയും പേറ്റി വളർത്തിയിട്ട് ആ ഉമ്മാന്റെ കൈപിടിച്ച് പാപ്പാന്റെ കൈപിടിച്ചിറങ്ങി പോകാതെ അന്യ പുരുഷന്റെ ഉമ്മാപരങ്ങളിലൂടെ ഒളിച്ചേറി പോകുന്നൊരവസ്ഥ വന്നു പോയാൽ പെണ്ണുമോളെ നിനക്ക് പടച്ചോന്റെ സ്വർഗമില്ല മോളെ. അല്ലാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയാറ് അതുകൊണ്ട് വിടച്ച് മനസ്സുകൊണ്ടുറപ്പിക്കാൻ പറ്റുമോ? അല്ലാഹുവേ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോയിട്ട് എന്റെ പെണ്ണുമ്മാന്റെ കാൽക്കൽ വീടുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ ഞാൻ ഉറങ്ങൂലല്ലോ. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ, നമ്മളിൽ ഉണ്ടായാൽ അൽഹംദുലില്ലാ എന്ന അള്ളാന്റെ ഹബീബിന്റെ വാക്കല്ലേ. ഉമ്മാനെ ബാപ്പാനെ ഒരു മകൻ വെറുപ്പിച്ചാൽ താമസമില്ലട്ടോ,
ഒരു ദിവസത്തെ താമസമില്ല, 2 ദിവസത്തെ താമസമില്ല. പെട്ടെന്ന് തന്നെ അള്ളാഹു ശിക്ഷ തരുമെന്നാണ്. പെട്ടെന്ന് അള്ളാഹു ശിക്ഷ തരുന്നു. ഇൻഷാ അള്ളാഹ് നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് എന്നിട്ട് ഓടിക്കളയല്ലേ ബക്കറ്റ് നിൽക്കുമ്പോ. കാരണം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ദീന് പഠിക്കണം മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇൻഷാ അള്ളാഹ് ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി ഉമ്മാക്ക് നല്ല ആഫിയത്ത് കിട്ടണം എന്നുള്ള സന്തോഷത്തോടുകൂടി എല്ലാവരും സ്വതക്ക ചെയ്യും. അള്ളാഹുവെ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. വേണ്ടേ ഉറക്കൊന്ന് പറയും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ പടച്ചോനെ. എത്ര പെട്ടെന്ന സമയം കഴിഞ്ഞത് അല്ലേ? അധികമൊന്നുമില്ല കേട്ടോ. ഇനി കറക്റ്റ് 2 മണിക്കൂർ. നിങ്ങൾ ആരെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കൂല. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ഉറക്കൊന്ന് പറയും. ഉറങ്ങല്ലേ? അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ആണുങ്ങൾ മാത്രം എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാല്ലാഹ്. ഒന്ന് എഴുന്നേക്ക്. നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, ഒന്ന് എഴുന്നേക്ക് ഇൻഷാല്ലാഹ്. എല്ലാവരും ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് ഉറക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഓടിക്കളല്ല. എന്റെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് ഉറക്കെ ചൊല്ലി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലം. ഇരുന്നോളി. അല്ലാഹുവേ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് മദീനത്തിന്റെ മണവാളനായ മദീനത്തിന്റെ മുത്തായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കൊന്ന് പറയും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു 3/4 മണിക്കൂർ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ ഹബീബിന്റെ റൗളയിലേക്ക് എത്തിക്കണേ പടച്ചോനെ. മനസ്സറിഞ്ഞ് പറയും. അള്ളാഹു ആ പുണ്യ ഹബീബിന്റെ റൗളയിലേക്ക് എത്തിക്കണേ പടച്ചോനെ. ഇത് കാരണം മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കണ മക്കളിൽ നമ്മളതിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ബിഹഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ അവരുടെ പൊരുത്തം കിട്ടി മരിക്കോളം അങ്ങോട്ട് ചിന്തിക്കണം. മനസ്സുകൊണ്ട് അങ്ങോട്ട് നിയത്ത് ചെയ്തോളി. എന്തിനാ മടി? വീട്ടിൽ ചെന്ന് ഇന്നിപ്പോ ഉമ്മാന്റെ കാൽക്കലൊക്കെ എന്തിനാ ഉമ്മയോട് പൊരുത്തൊക്കെ ചോദിക്കുക? അതൊക്കെ ഉസ്താമാരൊക്കെ എന്നെ പറഞ്ഞതാണ്. എത്രയോ വാതിൽ പറയുന്നതാ. എത്രയോ വാതിലൊക്കെ ഉമ്മ അങ്ങനെ എപ്പോഴും എടുത്തു പറയാറുണ്ടല്ലോ. ആരാ ഉമ്മ ഉള്ളപ്പോ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലല്ലോ. എനിക്കിപ്പോ തന്നെ എനിക്കെന്റെ വീട്ടിൽ പോയാല് എനിക്ക് ഉമ്മ അല്ലെങ്കിൽ ഒന്നും പറ്റൂല. എന്റെ അവസ്ഥ പറയാൻ 1-2 ദിവസം വല്ലപ്പോഴൊന്ന് വീട്ടിൽ പോകും. മാസത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോ പോയാൽ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയും, ഉമ്മ അവിടെ ഉണ്ടാവണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നേ ഈ സെക്കൻഡ് വരേക്കും ഒരു ദിവസം പോലും ഞാൻ എന്റെ ഇത് പറയല്ല, കിബിറ് പറയല്ല, ഒരു ദിവസം പോലും അള്ളാഹുവിന്റെ ദീന്റെ മേഖല പോകാത്ത ഒറ്റ ദിവസമില്ല. എല്ലാ ദിവസവും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനെ വിളിക്കാൻ, അതില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടെങ്കിലും ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എന്റെ വാൾ ആരംഭിച്ചിട്ടുള്ളൂ. ഉമ്മാന്റെ ദുആയാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള വെള്ളം കൂടിയൊക്കെ എന്റെ ഉമ്മാന്റെ ദുആയാണ്. എനിക്ക് വെള്ളമൊന്നും വേണ്ട, എനിക്ക് പിന്നെ അവസാന ക്ലാസ്സിൽ തന്നെ കട്ടൻ കിട്ടിയാൽ മതി. ഉമ്മാന്റെ ദുആയിൽ എത്ര സൗണ്ട് ഇട്ടാൽ എനിക്ക് വിഷയമില്ല. അതെന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ദുആയാണ്. ഇങ്ങനെ മനസ്സുകൊണ്ട് മക്കൾ ചിന്തിച്ചാൽ അവർ പിടിച്ചാൽ കിട്ടാത്ത മേഖലയിൽ അവരെത്താറുണ്ട്. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും തരട്ടെ. മാതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ പറയുമ്പോൾ മക്കൾക്ക് ചില വിഷമങ്ങൾ തോന്നും. ഉസ്താദേ, ഇന്നിപ്പോഴും വീട്ടിൽ പോയ കിളകം കൊണ്ട് തുടങ്ങും, പടപടാൻ തുടങ്ങും. എന്തിനാ നിങ്ങൾ ഈ വിഷയമൊക്കെ പറയുന്നത്? അവർ പറഞ്ഞോട്ടേന്ന്, അവർക്ക് പറയാനുള്ള അധികാരമുണ്ട് അല്ലേ? ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ എന്താ സഹോദര അല്ലേ? നീറയുന്ന മാണിക്കച്ചല്ലോ സ്നേഹത്തിൽ പൊന്നുമ്മ സൗഭാഗ്യത്തെ ലോകം കണ്ടാലെന്നുള്ള സന്തോഷത്തെ മാല എന്നെ മോടുന്നല്ലോ അമ്മപ്പാൽ തന്നെ അക്ഷരമത് തന്നെ മരിക്കാതെന്നും പോറ്റിയ പൊന്നുമ്മ ഉമ്മാന്റെ ചോട്ടില സ്വർഗവേണതാ തിരുമുത്തിന്താക്കാരോ കേട്ടില്ലോ സോദര മാനസവാടി നിറയുന്ന മാണിക്കച്ചല്ലോ സ്നേഹത്തിൻ പൊന്നുമ്മ
എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരു വ്യക്തിത്വം അള്ളാന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് ആരും ഉറങ്ങിയിട്ടില്ല, നല്ല സ്വലാത്ത് ഉറക്ക മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നാരാൻ? ഉമ്മയാണ്. ഉമ്മയെക്കുറിച്ച് വർണ്ണിച്ച തീരൂല അല്ലേ? നമ്മൾ ഏതെടുത്ത് പരിശോധിക്കും, നമ്മുടെ ഏത് മതസ്ഥർ നോക്കിയാലും, ഹൈന്ദവരായ സഹോദരങ്ങളിലേക്ക് നോക്കിയാൽ, ഭഗവത്ഗീതയിലേക്ക് നോക്കിയാൽ അവിടെ പറയുന്നുണ്ട് മാതാവിന്റെ മഹത്വം. മത്തായിയുടെ സുവിശേഷം 233 മുതൽ അങ്ങോട്ട് നോക്കിയാൽ 10-30ഓളം വരി മാതാവിന്റെ മഹത്വമാണ്, 25 വരി പിതാവിന്റെ മഹത്വമാണ്. അതിവിടെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ വായിക്കാനുള്ള സമയം കൂടില്ല. അത്രത്തോളം എല്ലാ മതത്തിലും അമ്മയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇല്ലേ? അവരില്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? നമുക്ക് ഒരു കാര്യമില്ല. ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഈ ദുനിയാവില്? എത്ര നമ്മൾ ഇനിയിപ്പോ 40 വയസ്സാണെങ്കിലും ഉമ്മ വീട്ടിലുണ്ടോ? നമ്മുടെ വിളക്കാണ്, വീടിന്റെ വെളിച്ചമാണ്. എന്തേ നമ്മളിന്നിപ്പോ അവരെക്കുറിച്ച് ചിന്തിക്കാത്തത്? കാരണം അവരെക്കുറിച്ച് അറിയില്ല നമുക്ക്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾ ചോറ് താന്ന് പറയാനുള്ള ഒരു അധികാരം മകനിക്കില്ല. ഉമ്മാന്റെ മുഖത്ത് ഉമ്മ എനിക്ക് ചോറ് വെക്കണം, അല്ലെങ്കിൽ എന്റെ ഇത്ര കൂട്ടുകാർ വരും, നിങ്ങൾ അവർക്കൊക്കെ ആഹാരം കൊടുക്കണം. എന്താ നമുക്ക് പിന്നെ ഭക്ഷണം വെച്ചു തരാനും നമ്മുടെ വസ്ത്രം ഒക്കെ അലക്കിത്തരാനുള്ള ഒരു പിന്നെ യന്ത്രമാക്കിയിട്ട് ഉമ്മാനെ നമ്മൾ കണ്ടുപോയി. നമ്മൾ അലക്കണം, നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഉമ്മാന്റെ വസ്ത്രം നമ്മൾ അലക്കി കൊടുക്കണം, ബാപ്പാന്റെ വസ്ത്രം നമ്മൾ അലക്കണം. അതാണ് സ്നേഹമുള്ള മക്കൾ. അല്ലാതെ ഉമ്മാന്റെ പൊരുത്തം മാത്രം ഉമ്മ പൊരുത്തം പറയാൻ പറ്റില്ല. ഉമ്മാക്കൂടെ തോന്നണം, എന്റെ കുട്ടി എനിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ടെന്ന്. വെറുതെ പോയിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഉമ്മാക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ഒരുപാട് മഹാരഥന്മാർ, 7 കഥകൾ തന്നെ ഉമ്മാക്ക് വേണ്ടി സേവനം ചെയ്ത ആളുകൾ, ഉമ്മാക്ക് വേണ്ടി സേവനം ചെയ്ത 7 സ്വഹാബത്തിന്റെ കഥയുണ്ട്. പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ല. ഞാനിപ്പോ അടുത്ത് പിന്നെ ലക്ഷദ്വീപിൽ പോയപ്പോ 4 ദിവസം ഉമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞു. അത്രത്തോളം വിശദീകരിക്കാനുണ്ട് അവരുടെ മഹത്വങ്ങൾ ഇല്ലേ? എന്തിനാ? അവരെല്ലാം കഴിഞ്ഞില്ലേ? ഈ തൊട്ടടുത്ത് ചെറുവാഞ്ചേരിയിൽ കഴിഞ്ഞയാഴ്ച കണ്ണൂർ ജില്ലയിൽ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മക്കളുണ്ടവിടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കോളേജിന് വേണ്ടി, കോളേജിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി അവിടെ ചോദിച്ചപ്പോ മോതിരങ്ങളും സ്വർണ്ണങ്ങളും അവർ കൊടുത്തു വിട്ടപ്പോ 2 കുഞ്ഞുമക്കൾ സ്റ്റേജിലേക്കൊന്ന് കടന്നു വരികയാണ്. അവർ കടന്നു വന്നിട്ട് 2 സ്വർണത്തിന്റെ വളകൾ എന്റെ കയ്യിൽ കൊണ്ടുതന്നു. ഒരു പൊന്നുമോനിക്ക് 4 വയസ്സാണ്, ഒരു പൊന്നുമോന് 7 വയസ്സാണ്. അല്ലാഹുവേ, ഞാൻ അന്തം വിട്ടുപോയി ചോദിച്ചുപോയി, പൊന്നുമോന് എന്താണ് പൊന്നുമോന്റെ പേര്? 7 വയസ്സുള്ള കുട്ടി പേര് പറഞ്ഞു. 4 വയസ്സുള്ള പൊന്നുമോൻ മിണ്ടാതെ നിന്നു. ഇതാരാ തന്നുവിട്ടത്? ഉമ്മയാണ്. അല്ല ബാപ്പയാ തന്നുവിട്ടത്. സുബ്ഹാനല്ലാഹ്. ഞാനവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ സദസ്സിലുണ്ട്, അല്ലാഹുവേ ആ ഉമ്മാക്ക് സ്വർഗ്ഗം കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആരന്നപ്പോ സദസ്സിലിരിക്കുന്ന ഒരാൾ, സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ വാതിൽകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ, കരഞ്ഞ് ശബ്ദം കൂടിയപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ചെറുപ്പക്കാരൻ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തത് ശരിയാണ്, സ്വർഗം കൊടുക്കാൻ പറഞ്ഞത് ശരിയാണ്, സ്വർഗം വേണം ഉസ്താദേ, സ്വർഗത്തിന്റെ പനിനീരിന്റെ പുഷ്പങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണം ഉസ്താദേ. പക്ഷേ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ കുടഞ്ഞിലൂടെ മരിച്ചു ഉസ്താദേ. ഈ 4 വയസ്സുള്ള പെണ്ണിന് എപ്പോഴും മാറി വന്നിട്ടുള്ള എവിടെ പാപ്പാ, എവിടെ പാപ്പാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മനസ്സ് പറയാറുണ്ട് ഉസ്താദേ. 7 വയസ്സുള്ള പെണ്ണിന് നേരം വെളുത്തെഴുന്നേറ്റാൽ അവൻ ഇരുന്നവന്റെ കരയുകയാണ്. ഒരു ദിവസം എന്റെ പെണ്ണുമോനോട് ചോദിച്ചു പോയി, മോനെ എന്തിനാണ് ബാപ്പാന്റെ കുട്ടി കരയുന്നത്? അവിടെ പറഞ്ഞു, ബാപ്പാ
ഇന്നലെ വരെ എന്നെ കുളിപ്പിച്ച് എന്റെ ഉമ്മയില്ലല്ലോ ബാപ്പ, ഇന്നലെ വരെ പള്ളിവേശി എന്ന എന്റെ ഉമ്മയില്ലല്ലോ ബാപ്പ, ഇന്നലെ വരെ എന്റെ വസ്ത്രം മലക്കി തന്ന, എന്റെ വസ്ത്രം നിസ്കരിയിട്ട് തന്ന, എനിക്ക് വേണ്ടി സന്തോഷത്തോടെ ഉപ്പം തന്നിട്ടെന്നെ പറഞ്ഞു വിട്ടെന്റെ ബാപ്പയോ എന്റെ ഉമ്മയില്ലല്ലോ, അതുകൊണ്ട് കരഞ്ഞു പോയതാണ് ബാപ്പ എന്ന് പറയുന്ന മകനുണ്ട് സ്ഥാനേ. എല്ലാ ദിവസവും രാത്രിയായാൽ എന്റെ 4 വയസ്സുള്ള മുഹമ്മദ് മുറസിൻ എന്ന് പറയുന്ന പെണ്ണിനോട് കടന്നു വന്നിട്ട് ചോദിക്കും, ബാപ്പ ഞാൻ ഉറങ്ങാൻ പോകുന്ന ഉമ്മ എവിടെ ബാപ്പ? അപ്പോഴാണ് ഇവിടെ നിന്ന് പറഞ്ഞത്, മോനെ നീ ഉറങ്ങാൻ ചെന്ന് കിടന്ന് നീ ഉറങ്ങിയാല് നിന്റെ ഉമ്മ നിന്റെ അടുക്കലേക്ക് വരുമെന്ന് പറയുമ്പോ അല്ലാഹുവേ 4 വയസ്സുള്ള മുഹമ്മദ് മുറസിൻ എന്ന് പറയുന്ന പെണ്ണിനോട് ചെന്നുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. എന്തിനാണ്? 3-4 ദിവസമായിട്ടുമ്മയില്ല, 3-4 ദിവസമായിട്ടുമ്മയില്ല. അല്ലാഹുവേ നമ്മുടെ പെണ്ണുമക്കൾക്ക് 4 വയസ്സുള്ളപ്പോ 6 വയസ്സുള്ളപ്പോ അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കളെ നിന്റെ ലോകത്തേക്ക് വിളിക്കല്ലേ അല്ലേ. അവിടുന്ന് പാവപ്പെട്ട സഹോദരങ്ങൾ കരഞ്ഞുകൊണ്ട് പറയാൻ ഉസ്താദേ, ഏതായാലും പ്രഭാഷണം കഴിഞ്ഞവന്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് കരുതിയ ഞാനിവന്റെ കൂടെ വന്ന് എന്റെ സുഹൃത്തുക്കളും കൂടി എന്റെ വാഹനമോട് ചെല്ലാ സദസ്സുവിനെന്ന് കൊണ്ടെത്തിക്കുന്നു എന്റെ സുഹൃത്തും കൂടി ആ വീട്ടിലേക്കൊന്ന് കടന്നുപോയപ്പോ ഈ ചെറുപ്പക്കാരൻ വാവിട്ടുകൊണ്ട് പൊട്ടിക്കടന്നുകൊണ്ട് പറയാ, എന്റെ മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒന്നുണ്ട്. എന്തെന്നറിയോ, എല്ലാ ദിവസവും സ്കൂളിലേക്കൊന്ന് കടന്നു പോകുന്ന കുഞ്ഞുമോർ അവനതാ വെളിയിലേക്ക് ഇറങ്ങിയാൽ ഗേറ്റിന്റെ ഭാഗത്ത് പോയാൽ അവനൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണുടച്ചുകൊണ്ട് പോകാറുണ്ട്. എന്തിനാണവൻ കരയുന്നതെന്നറിയോ? എന്തിനാണവന്റെ ദുഃഖമെന്നറിയോ? ഉസ്താദേ, എല്ലാ ദിവസവും അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് ജാഗമെടുത്ത് തോളിൽ തൂക്കിക്കൊടുത്തിട്ട് അവന്റെ ഉമ്മ ചെന്നിട്ട് മാറുന്നുകൊണ്ട് നോക്കിയിട്ട് പെണ്ണുമകനോട് മുത്തം കൊടുക്കുന്ന കൈകൊണ്ട് മുത്തം കൊടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു ഓർമ്മയിൽ എന്റെ പെണ്ണുമോനെ എന്നിട്ട് കൈകൊണ്ടാഞ്ഞം കാണിക്കുമ്പോ ഞാനെങ്ങനെ സഹിക്കും ഉസ്താദ്? എങ്ങനാണ് എന്റെ കുട്ടികളെ വളർത്തുക? എനിക്ക് ജോലിക്ക് പോകുന്നൊരു പണിയല്ലേ ഉള്ളൂ. എന്റെ പുന്നാര മക്കളുടെ വസ്ത്രം മെഴുക്കാകുമ്പോ എനിക്ക് വിഷമമാകും. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉള്ളപ്പോഴും മാന്റെ വിലയറിയാത്ത മക്കളായി നമ്മൾ മാറിപ്പോയാൽ അല്ലാഹുവേ ഈ തൊട്ടടുത്ത് കൊല്ലം ഭാഗത്ത് ഖാനയിലേക്കൊന്ന് കടന്നുപോയി. അവിടെ അതാ വരിക്ക് നിൽക്കുന്ന കുറച്ച് മക്കൾ പാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ ഗ്ലാസും പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതിനകത്ത് ഞാനും എന്റെ സുഹൃത്തുക്കളോട് നോക്കുന്നത് 5-6 വയസ്സുള്ളൊരു പാവപ്പെട്ട പെണ്ണുമോ ഏറ്റവും ബാക്കിലാണ്. എന്റെ മോന്റെ പേര് ഉസ്താദേ സാദിഖെന്നാണ്. അവനവിടെ നിന്നതാ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആഹാരം വേണ്ടേ? പാത്രമെടുത്തിട്ട് ചോദിന്നോളാനാണ് അവനിക്കറിയില്ല. ആ പാവപ്പെട്ട പെണ്ണുമോന്റെ ശരീരം കീറിപ്പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോന്റെ വീടെവിടാണ്? കൊല്ലം മൈത്തെന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ലാ, മോന്റെ ബാപ്പയുണ്ട്, മോന്റെ ഉമ്മയുണ്ട്. ആ സമയത്ത് ആ പെണ്ണുമോൻ 5-6 വയസ്സുള്ള പെണ്ണുമോൻ ഒന്നും തിരിയാത്ത കുട്ടിയല്ലേ. എനിക്ക് ബാപ്പയില്ല ഉമ്മയില്ല, രണ്ടുപേരും ഈ പെണ്ണുമോനെ പിരിഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരാണെന്റെ ചാരത്തേക്ക് വരുന്നതെന്നറിയില്ല. പല ദിവസവും ഉമ്മ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നതാ. ഇന്നേവരെ ഉമ്മ വന്നിട്ടില്ല. ഇതുപോലെ എത്രയോ പാവപ്പെട്ട അനാഥ മക്കള്, എത്രയോ യതീംഖാനയിൽ കിടപ്പുണ്ട്. അവരെ നമ്മൾ കുറ്റം പറയല്ലേ, അവരെ നമ്മൾ ചീത്ത വിളിക്കല്ലേ. എന്റെ ഈ ലോകത്തിന് വിട പറയുന്ന സമയത്ത് പിന്നാര മക്കളുടെ ആ ചാരത്തേക്ക് പെണ്ണും മാന്റെ പെണ്ണുതാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ അവർ വിളിച്ചു പറയാറില്ലേ, എന്റെ പെണ്ണുമക്കൾ അനാഥ മക്കളാണ്, അവരെ ചീത്ത വിളിക്കല്ലേ, അവരെ കുറ്റം പറയല്ലേ, അവരാക്ഷേപിക്കല്ലേ. ഉമ്മ ഉള്ളപ്പോ ഉമ്മന്റെ വില ഒരാൾക്കും അറിയില്ല. ഒരാൾക്കും ഉമ്മന്റെ വില അറിയില്ല. അതുകൊണ്ടാണ് ഈ ലോകം ഇന്ന് അധപ്പതനത്തിന്റെ കെടാവിളക്കിലേക്ക് പെട്ടുപോകുന്നത്. ഞാൻ ഇനി എത്ര വലിയ ജുബ്ബയിട്ടവനാണെങ്കിലും
എല്ലാ കിതാബും എനിക്ക് മനസ്സിലാകുമെങ്കിലും എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഉദാഹരണം, എല്ലാം എനിക്കറിയുമെങ്കിലും ഉമ്മന്റെ പൊരുത്തില്ലെങ്കിൽ ഞാൻ ഈ വാളു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. എന്തിനേറെ ഇന്നും അൽഹംദുലില്ലാഹ് ഈ ഉള്ള വിനീതനൊക്കെ വന്നത്, ഞാൻ എന്റെ അനുഭവം ഒന്നും ഇവിടെ പറയണില്ല. എന്നാ പറ ഉസ്താദിന്റെ അനുഭവം പറഞ്ഞിട്ട് പോയെന്ന് പറയും. ഞാൻ ഇവിടൊക്കെ വന്നത്, എന്റെ വാപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. സാധാ കുടുംബം. എത്ര ദിവസങ്ങളിൽ താമസപ്പണിക്കുപ്പ പോയാൽ ഒരുപക്ഷെ വരുന്നത് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട്. അതുവരെ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ട് പോകും. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. അപ്പോഴൊക്കെ എത്രയോ ദിവസങ്ങൾ ഈ നമ്മുടെ വാഴക്കുല വെട്ടിയെടുത്തിട്ടത് പച്ചക്ക് ഉമ്മ നമുക്ക് പുഴുങ്ങിത്തന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ കടന്നു വരുമ്പോൾ പടച്ചോനെ വല്ലാത്തൊരു വിഷമമാണ് മനസ്സിൽ. അപ്പോഴും എന്തിനേറെ ഒരു വീട്ടിൽ കിടന്നപ്പോ ഞാൻ എന്റെ സാഹചര്യം കൊണ്ടൊന്ന് പറയാൻ, ഉമ്മയെക്കുറിച്ച് മനസ്സിലാക്കാത്ത മക്കൾ പണ്ടവർ സഹിച്ച വേദന അത് നിങ്ങൾ ഓർക്കണമെന്ന് പഠിപ്പിച്ചു ആര്? മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബാക്കിനൊക്കെ ഉറക്ക സ്വലാത്തല്ലിക്കുൾ ഉമ്മാക്ക് വേണ്ടല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സഹിച്ച യാതന. കിടന്നുറങ്ങുമ്പോ ഒരു ചുറ്റുഭാഗത്ത് ഒരു വീടില്ല, വീടിനകത്തുള്ളതോ കതകുമില്ല. അരി കൊണ്ടുവരുന്ന ചാക്ക് വലിച്ചു കീറി കെട്ടിയിട്ട് ആ ചാക്ക് വലിച്ചു കീറി കെട്ടിക്കിടന്ന കഥകൾ. പ്രിയമുള്ളവർ, ഒരാളും ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ അറിയിക്കാതെ ഒരു ഉമ്മയും വന്നിട്ടില്ല. ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ. പണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരുന്ന ഉമ്മമാരുണ്ട്. നമ്മളെ കഴിപ്പിച്ചിട്ട് പട്ടിണി കിടന്ന ബാപ്പമാരുണ്ട്. നമ്മളെ കഴിപ്പിച്ചിട്ട് പട്ടിണി കിടന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. നമുക്ക് വേണ്ടി പാത്രത്തിൽ കല്ല് നിറച്ചിട്ട് മോനെ ഇതിനകത്ത് ഭക്ഷണമുണ്ട് ഉമ്മാക്ക്, എന്റെ കുട്ടി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമുള്ള പാത്രം നമുക്ക് തന്ന ഉമ്മമാർ ഇവിടെയുണ്ട്. ബാപ്പമാര് സദസ്സിലുണ്ട്. കൊച്ചുമക്കളെ വിട്ടിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമില്ല ബാപ്പാക്ക്. പക്ഷേ ബാപ്പ കടന്നുപോയി. എവിടെ? കുവൈറ്റിലും ഖത്തറിലും ഷാർജയിലും റാസൽ ഖൈമയിലും ഫുദൈറിലൊക്കെ ബാപ്പ കടന്നുപോയി. എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ജോലി ചെയ്തു. എന്തിനാൻ? ഈ മക്കളെ വളർത്താൻ. എന്നാലോ ഈ മക്കൾ വളർന്നു വരുമ്പോ ഈ മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവാകുമ്പോ നാണം കെട്ടവനെ മാതാവിനെ പിതാവിനെ കുറിച്ച് തള്ളാൻ അല്ലാഹു നിനക്ക് അവസരം തന്നിട്ടില്ല. അവരോട് സ്നേഹമാവേണ്ടെന്ന് പഠിച്ചവനെ, എനിക്ക് ഈ ഒരു ജോലി കിട്ടിയത്, ഈ ഒരു സന്തോഷം കിട്ടിയത്, ഈ ഒരു ആനന്ദം കിട്ടിയത് എന്റെ ബാപ്പയുള്ളത് കൊണ്ടാണ്, എന്റെ ഉമ്മയുള്ളത് കൊണ്ടാണ്, എന്റെ മറന്നുപോയത്. സുബ്ഹാനല്ലാഹ്. അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പിടക്കണം. കാരണം എന്താ? നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചതാ അല്ലേ? ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോയ ബാപ്പയും ഉമ്മയും നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്നും പറഞ്ഞേക്കല്ലേ. എത്ര അടുക്ക് പിടിച്ച ശരീരമാണെങ്കിലും നിങ്ങളെപ്പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത ഉമ്മയും ബാപ്പയുമാണെങ്കിലും എന്ത് വേഷമാണുമ്മ എന്ന് പോലും ചോദിച്ചേക്കല്ലേ. അതവർക്കിഷ്ടമല്ല. ഒരുപക്ഷെ ഉമ്മ എന്ത് ചെയ്തേക്കാം? നിങ്ങൾ കാണാൻ വേണ്ടി ഉമ്മ ഒന്ന് പുഞ്ചിരിച്ചേക്കാം, നിങ്ങൾ കാണാൻ വേണ്ടി ബാപ്പ ഒന്ന് പുഞ്ചിരിച്ചേക്കാം. പക്ഷേ അതവരുടെ മനസ്സിന്റെ ഉള്ളിലെ വിഷമമാണ്. ആ പുഞ്ചിരി അവരുടെ മനസ്സിന്റെ ഉള്ളിലെ വിഷമമാണ്. ഒന്നും വേണ്ട, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ അനബരി, ഞാൻ ഒഴിവാൻ. ബാപ്പാന ഉമ്മാനെ ചീത്ത വിളിക്കുന്നവൻ, ബാപ്പാന ഉമ്മാനെ വിറപ്പിക്കുന്നവൻ, ബാപ്പാന ഉമ്മാനെ ദേശത്തിന്റെ നോട്ടം നോക്കുന്നവൻ അനബരി, ഞാൻ അവനോടൊപ്പം ഇല്ലെന്നാ. എനിക്കവനെ വേണ്ട. എന്റെ ഹബീബിന് നമ്മളെ വേണ്ട. പിന്നെ ആർക്കാ നമ്മളെ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർക്കാ പിന്നെ നമ്മളെ വേണ്ടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അനബരീ ലം യുഅദ്ദി ഹഖ്ഖ വാലിദൈ, അനബരീ മിമ്മൻ ലം യുഅദ്ദി ഹഖ്ഖ വൈ. മാതാവിനെ പിതാവിനെ വെറുപ്പിച്ചവനാരാ? അവരെ കുറ്റം പറഞ്ഞവരാരാ? അവരെ ആക്ഷേപിച്ചവനാരാണ്? അവനിൽ നിന്ന് ഞാൻ ഒരുപാട്. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിന്റെ കയ്യിൽ കൊടുക്കാൻ കോടിക്കണക്കാണ് സമ്പത്തില്ല, ഒരുപാട് രൂപകളില്ല, എന്നാൽ സമിഅ ഖൗലഹുമാ ഫല്യഖുൽ സമഅ വതആ. നീ കോടിക്കണക്കാണ് സ്വത്ത് കൊടുത്തിട്ട് സമാധാനിപ്പിക്കേണ്ട. മോനെ, ബാപ്പ ഒരു കാര്യം പറഞ്ഞ് ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മ ഞാൻ ചെയ്തേക്കാം, അനുസരിച്ചാൽ മതി, ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ മതി എന്നാണ്.
ഞാനത് ചെയ്യും. എന്താണ് എന്റെ ഉമ്മാക്ക് വേണ്ടുന്നത്? ആ സമയം നമുക്കറിയാം നമ്മളെ കൊണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നറിയാം. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ പറഞ്ഞ കേട്ടോ. പിന്നെ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. പതുക്കെ മൊബൈൽ എടുക്കുക, ഒരാൾ മാത്രം എടുക്കരുത്. ഒരു 5-6 ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ എടുത്തിട്ട് ചെവിയിൽ വെച്ചാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വാളും മതിയാണ്. അപ്പൊ ഇൻഷാല്ലാ പെട്ടെന്ന് നിർത്തൂട്ടാ ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ ഇരിക്കും ഇൻഷാല്ലാ. എത്ര പെട്ടെന്ന് സമയം പോയത്, ഒരു 10-20 മിനിറ്റ് കൂടെ ഇൻഷാല്ലാ. ഇൻഷാല്ലാ പറയാം, എന്നാലേ പറയുള്ളൂ ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് പറയാണ്ട്. ഇല്ലം ലക്കും മഅഹു ഷൈ, നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അവര് പറയുന്നൊന്ന് കേട്ടാൽ മതി അല്ലേ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ഉറക്കം പറയും. പെരുന്നാൾക്ക് വെട്ടി വിഴുങ്ങാൻ ഉഷാറാണല്ലോ നിങ്ങളൊക്കെ. എന്താ പേരേക്കുമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാനിവിടെ പാട്ട് പാടുമ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത പാട്ടൊന്നും പാടില്ല. കഥയോട് ചോദിച്ചത് പാടിയിട്ടില്ല. ഇനി പാട്ട് വേണമെങ്കിൽ നാളെ ഇൻഷാല്ലാ ആദ്യമേ പറയണം, ഒറ്റ പാട്ടും പാടൂല ഇൻഷാല്ലാ. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് കൂട്ടി പറഞ്ഞു, ഇനി പാട്ടൊന്നും പാടേണ്ട, വാള് മാത്രം. ഓക്കെ, ഞാൻ റെഡിയാണ്. പാട്ടൊന്നുമില്ല ഇൻഷാല്ലാ വാള് പറയും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ബാബ, എന്താ ചെയ്യേണ്ടുന്നത്? നമ്മുടെ മക്കളോടൊപ്പം ബാപ്പാറെ, മോനെ ഞാൻ ഇന്നലെ അവിടെ പോയപ്പോ പറഞ്ഞു നിന്നോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ആള് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഉപ്പാന്റെ കുട്ടി ഒന്ന് പോകണം. ഈ കളവനിക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് തോന്നുന്നു എന്നല്ലേ പറയാ, അല്ലെങ്കിൽ ഉമ്മാക്ക് മുഴുവൻ വട്ടാണെന്ന് തോന്നുന്നു എന്നല്ലേ പറയാ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നേരം കളയാതെ നേരെ ഇടിവാൾ വെച്ചാറ് ബാപ്പാക്ക് വട്ടാന്ന് പറഞ്ഞില്ല, അർത്തോളി ബാപ്പാനാണ്. നേരം കളയണ്ട, എന്റെ ഉപ്പ അർത്തോളിനാ. സുബ്ഹാനല്ലാഹ്. അതാ മകൻ. നമ്മളാണെങ്കിലോ പടച്ചോനെ കിളവനെ കൊണ്ട് ആ കപ്പാടിടങ്ങേറായെന്ന ഒരിക്കലും പറയല്ലേ. അതങ്ങ് കേട്ടാൽ മതി, അതങ്ങ് കേട്ടാൽ മതി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയല്ലേ, ഉമ്മ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയല്ലേ. ഇതുപോലെ കുഞ്ഞുമോനെ നിന്റെ സ്വർഗം അതോടുകൂടി നഷ്ടമായി. ഇന്ന് നിനക്ക് സ്വർഗം വേണോ? ആ ഉമ്മാന്റെ ബാൽപ്പാട് കാൽക്കൽ വീണിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ട് ആ ഉമ്മ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ നിനക്ക് രക്ഷയില്ല. ദുനിയാവിലും രക്ഷയില്ല, ഖബറിലും രക്ഷയില്ല. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്ന അബൂദർ ഗിഫാരി തങ്ങളെ, കുറെ ആളുകൾ ആരുമില്ലാതെ ഖബർസ്ഥാനിൽ കിടപ്പുണ്ട്, അവർ നമുക്കൊന്ന് കാണാം, അവരെ ചെന്നുകൊണ്ട് സന്ദർശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നുപോയി. എല്ലാ ഖബറിന്റെ ചാരത്തും അല്ലാഹുവിന്റെ റസൂൽ എത്തിപ്പെട്ടു. പക്ഷേ ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വാവിട്ടുകൊണ്ട് കരയുകയാണ്. കരഞ്ഞ് 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 അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിത്തി പിരിയുമ്പോ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാ, നബിയേ പറയല്ലേ നബിയേ, വേദനിക്കല്ലേ നബിയേ, പ്രയാസപ്പെടല്ലേ നബിയേ, വിഷമിക്കല്ലേ നബിയേ, വിഷമിക്കല്ലേ നബിയേ. ഇത് കണ്ടുകൊണ്ട് കടന്നു വരുന്നതാരാ? പ്രിയപ്പെട്ട സുഹൃത്ത് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടന്ന് കണ്ണു നിറച്ചുകൊണ്ട് കരയല്ലേ, അല്ലാഹുവിന്റെ അർശ് പോലും തരിച്ചു പോകുന്നതല്ലേ, കരയല്ലേ റസൂലല്ലാഹ്, കരയല്ലേ. ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ജിബ്രീലേ, ഈ
കബറിന്റെ ഉള്ളിൽ കിടക്കുന്നത് 40 വയസ്സുള്ള ആളല്ല, 50 വയസ്സുള്ള ആളല്ല, 60 വയസ്സുള്ള ആളല്ല, 70 വയസ്സുള്ള ആളല്ല. പിന്നെയോ അതാ ഒരു ചെറുപ്പക്കാരനാണ്. ഇവന്റെ ഖബറ് മുഴുവനും തീയാണ്. ഇവൻ വാരിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാ, അബൂ ദർ എന്ന് കടന്നു പോവുക. ഇവിടെ കബറടക്കിയിട്ടുള്ള എല്ലാവരുടെയും ബന്ധുമിത്രാദികളെ വിളിച്ചുകൊണ്ട് വരുമോ? അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല കടന്നുപോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും വരിവരിയായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ കബറിന്റെ ചാരത്ത് മാത്രം ഒരാളുമില്ല. തങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതാ കടന്നു വരുന്നു. 1 കിലോമീറ്റർ അപ്പുറത്തുമുണ്ട്. ഒരു വടിയും പിടിച്ചുകൊണ്ട് വേച്ച് കടന്നു വരികയാണ്. യാ അല്ലാഹ്, ഈ കബറിന്റെ ചാരത്തേക്കൊന്നെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളിനറിയോ? നബിയേ, അതെന്റെ പൊന്നുമോനാണ്, അതെന്റെ പൊന്നുമോനാണ്, പൊന്നുമോനാണ്. അവനിക്ക് ഞാൻ പൊരുത്തം കൊടുക്കൂല നബിയേ, അവനിക്ക് ഞാൻ പൊരുത്തം കൊടുക്കൂല നബിയേ. വഹയ തരബനി വഹയ നരബനി യഖ്വാനി ശൈഖാ. അവന്റെ ഭാഗം അവനെന്നെ കുറ്റം പറഞ്ഞിരുന്നു, അവനെന്നെ അടിച്ചിരുന്നു നബിയേ. അവന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് അവനെന്നെ ആട്ടിയിറക്കി നബിയേ. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഉമ്മ നിങ്ങളെങ്ങനെ പറയല്ലേ, നിങ്ങളെങ്ങനെ പറഞ്ഞു പോയാ ഈ പെണ്ണുമോന്റെ കബറ് പ്രകാശിക്കില്ല ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ കാവി കബറിടത്തിലേക്കൊന്ന് വെക്കുവേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മൊയ്സത്ത് കൊണ്ട് ആ കബറിൽ കിടക്കുന്ന മകൻ വിളിക്കുന്നു, ഉമ്മ ഈ പെണ്ണുമോന്റെ കബറിന്റെ അടിഭാഗത്ത് ഇയാള് ഉമ്മ يتخلل على الجمر ليلا ونهارا. വലത് ഭാഗത്തുനിന്ന് തീയ, ഇടത് ഭാഗത്തുനിന്ന് തീയ, മുകൾ ഭാഗത്തുനിന്ന് തീയ, താഴ്ഭാഗത്തുനിന്ന് തീയ. എന്റെ വായിലൂടെ തീയ, എന്റെ കാതിലൂടെ തീയ, എന്റെ ശരീരത്തിലൂടെ ജീവൻ പറഞ്ഞു പിടിക്കുന്നുണ്ട് ഉമ്മ. ഈ പെണ്ണിനോട് പൊരുത്തം പെട്ട് തരുവേ ഉമ്മ. മുത്തുനബിയേ, മുത്തുനബിയേ, എന്റെ പെണ്ണുനോട് പൊരുത്തപ്പെട്ട് കൊടുത്തു നബിയേ, എന്റെ പെണ്ണുനോട് പൊരുത്തപ്പെട്ട് കൊടുത്തു നബിയേ. ആ ഉമ്മ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കബറിൽ കിടന്ന ചെറുപ്പക്കാര് ഒരു ബക്കറ്റും മുടക്കാത്ത ചെറുപ്പക്കാരനാ, ഒരു നോമ്പും മുടക്കാത്ത ചെറുപ്പക്കാരനാ, ഒരു സുന്നത്തും മുടക്കാത്ത ചെറുപ്പക്കാരനാ, ഒരു തസ്ബീഹും മുടക്കാത്ത ചെറുപ്പക്കാരനാണ്, ഉള്ളതുപോലെ സുരക്ഷ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഉമ്മാന്റെ പൊരുത്തക്കേടാണ്. എങ്കില് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പെണ്ണുമോനെ, എന്റെ ചെറുപ്പക്കാരാ, നാളെ മരിച്ചാലേ ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ദാരി മരിക്കുന്നേന്നറിയില്ല, നിങ്ങൾ മരിക്കുന്നേന്നറിയില്ല. എപ്പോഴും മരിച്ചാലവരുടെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, പൊരുത്തമില്ലാതെ മരിക്കല്ലേ. ഇത് പഠിപ്പിച്ചത് മദീനത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ പറഞ്ഞ് നിർത്താൻ പോവാൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് മാതാവിന്റെ ജീവിച്ചിരിക്കുന്ന മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം ഞാൻ വേടിക്കും എന്ന് നല്ല നീയത്തോടെ ഏറ്റവും നല്ല മനസ്സോടെ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവയ്ക്കുക. നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്രയും നേരം നിങ്ങൾ വാളേട്ടവരല്ലേ, അൽഹംദുലില്ലാഹ്. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. കയാത്തിരി ഇതാ നമുക്ക് വേണ്ടുന്നത്. എത്ര ഇനി അള്ളാഹുവിന്റെ ദീനിന്റെ വേദിയിൽ പോയി എത്ര വാള് കേട്ടാലും എത്ര കേട്ടാലും ശരി, ഇത് വേണം നമുക്ക്. അവരുടെ പൊരുത്തം നാളത്തെ വേദിയിലെങ്കിലും കൂലി കിട്ടണോ, അവരുടെ പൊരുത്തം വേണം. സുബൈക്ക് പള്ളി പോയി നിസ്കരിച്ചു, അത് അല്ലാഹു സ്വീകരിക്കണോ? ഏതായാലും ഇപ്പൊ അതും വേണ്ട, സുബഹി വേണ്ടെന്നല്ല, വേണം.
നമ്മൾ എന്ത് വിചാരിച്ചു? അഴുക്കും പൊടിയും പിടിച്ച് അല്ലേ? അവരൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? ഉമ്മ വിളിച്ചിട്ട് ചോദിക്കും, ശരീരങ്ങൾ ചുളിഞ്ഞ പാവപ്പെട്ട വയസ്സായ ഉമ്മയോ ബാപ്പയോ, മോനെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവർ വല്ലാതെ വയസ്സായവരാണ്, അവർ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് നീ കൊടുക്കുന്ന 10 കാശിന്റെ സമ്പത്തിലൂടെ ആഹാരത്തിലൂടെ അവർ കഴിക്കുമ്പോ നീ പറയുന്നത് കേൾക്കാൻ അവരങ്ങനത്തെ ഒരു അടിമയാക്കി മാറ്റരുത്. മകൾ ആക്കാൻ പാടില്ല. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബിനോട് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ ഖുർജിത, നീ ഒരു സ്വന്തമായി നല്ലൊരു വീട് പണിതു, സ്വന്തമായിട്ടുള്ള സമ്പാദ്യത്തിൽ നീ ഒരു വീട് പണിതു. ആ ഒരു വീട് പണിതിട്ട് അതിന്റെ പാല് കാച്ചിന്, അതിന്റെ കുടിയിരിപ്പിന്റെ അന്ന് നിന്റെ ഉമ്മ വന്നിട്ട് പറയാൻ, ഉമ്മയുടെ 10 കാശ് അതിനകത്തില്ല, ബാപ്പാന്റെ 1 രൂപ പോലും ആ വീട്ടിലില്ല. ഈ ബാപ്പ വന്നിട്ട് പറയാൻ, നിന്റെ മകനെയും നിന്റെ ഭാര്യയും പിടിച്ച് ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ മദീനത്തിന്റെ മുത്തായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ആ സെക്കൻഡിൽ അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ്. ആ സെക്കൻഡിൽ അവിടെ നിന്ന് ഇറങ്ങണം മക്കൾ. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം അത്രത്തോളമുണ്ട് അവരുടെ മഹത്വങ്ങൾ. നമ്മളെ ഇറക്കി വിടുന്നല്ലേ? പക്ഷെ നമ്മളെ ഇറക്കി വിടാനുള്ള, നമ്മൾ വെച്ച വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടാനുള്ള അധികാരം അവർക്കുണ്ട്. അത് പഠിക്കാത്തവരായി പോയി നമ്മൾ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും ഞാൻ വേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറായ വഴി അള്ളാഹു തആല തുറന്നുതരട്ടെ. ഇനി ബാപ്പയും ഉമ്മയും ഇല്ലാത്തവരുണ്ട്, ആരുടെ മണ്ണിൽ കിടക്കുന്നവരുണ്ട്. അവർക്കെങ്ങനെ ഇന്നിപ്പോ പൊരുത്തം പേടിക്കുന്ന ചിലപ്പോൾ നിർത്തോട്ടെ 5 മിനിറ്റ്. അവരെങ്ങനെ പൊരുത്തം ചോദിക്കാം? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി നിർത്താൻ പോവാണ്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോളി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്ഉ ലഹുമാ, അവർ രണ്ടുപേർക്ക് വേണ്ടി നന്നായിട്ട് ദുആരക്കി. നിങ്ങൾ നന്നായിട്ട് ദുആരക്കി. എന്തിനാ? ഒരു ബാപ്പ മരിച്ചു, അതാണ് റസൂൽ പഠിപ്പിക്കാൻ. ബാപ്പ ലോകത്തുനിന്ന് വിട പറഞ്ഞു. പക്ഷെ ബാപ്പാനെ ഈ മകനോ മകളോ കുറ്റം പറഞ്ഞെന്നറിയാം. എന്നാൽ ഈ ബാപ്പ മരിച്ച സമയത്ത് ബാപ്പാക്ക് കുറെ കടങ്ങളുണ്ട്. ഈ കടങ്ങളും മക്കൾ കൊടുത്തു വീട്ടിയാൽ കുത്തുബമിനൽ ബാരീൻ, അവനെ ബാപ്പാക്ക് വേണ്ടി ഗുണം ചെയ്ത മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു എഴുതപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ദുആരക്ക, ബാപ്പാന്റെ കടങ്ങൾ വീട്ടുക. ബാപ്പാന്റെ ചങ്ങാതിമാരെ, എങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാൻ, ബാപ്പാന്റെ ചങ്ങാതിമാരായിട്ട് നമ്മൾ ചങ്ങാത്തം കൂട്ടുക. അവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക, അല്ലെ? അങ്ങനെയൊക്കെയാണ്. ഉമ്മാന്റെ ചങ്ങാതിമാർ, ഉമ്മാന്റെ കൂട്ടുകാർ, അവരെ കാണുമ്പോ ഞാൻ അവരുടെ മോനാണ്, വലിയ മുതലാളി, പറ്റൂല, എഴുന്നേറ്റ് നിൽക്കണം. അതൊക്കെ ഉമ്മാക്ക് സന്തോഷമാണ്. പിന്നെയോ അവർക്ക് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യുക. ഇന്നും നമ്മുടെ സദസ്സിലേക്ക് അവർ നോക്കണില്ലേ? അവർ നമ്മളെ വിളിക്കുന്നുണ്ട്, കുഞ്ഞുമക്കളെ, നിങ്ങൾ കടന്നു വന്നതല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിലാണ്. അതുകൊണ്ട് കുഞ്ഞുമോനെ, വയാ ഹിബ്ബായി വയാ ഔലാദി വയാ മൻ സകന ബുയൂതനാ വയാ മൻ ലബിസു സിയാബനാ ഹൽ മിൻകും മിൻ അഹദിൻ യദ്കുറുനാ വയതഫക്കറുനാ. എന്റെ വീട്ടിൽ കഴിയുന്ന മക്കളെ, എന്റെ പിന്നാരമോളെ, ഈ ബാപ്പയെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഈ കബറിൽ കിടക്കുന്നവനെ കുറിച്ച് ഓർക്കാറുണ്ടോ? നിങ്ങൾ ഞങ്ങളെ മറന്നു പോകല്ലേ, നിങ്ങൾ ഞങ്ങളെ ഓർക്കണം മക്കളെ. കാരണം എന്തെന്നറിയോ? മോളെ, ഈ ബാപ്പാന്റെ കബറ് വല്ലാത്ത അവസ്ഥയാണ്. ഇവിടെ തീയുണ്ട് മോളെ, ഇവിടെ പാമ്പുകളുണ്ട് മോളെ, ഇവിടെ തേളുകളുണ്ട് മോളെ, ഇവിടെ നരകത്തിന്റെ ചലങ്ങളുണ്ട് മോളെ. അതുകൊണ്ട് ഇവിടെ തനിച്ചാനോളെ നിന്റെ ബാപ്പ, ഇവിടെ തനിച്ചാനോളെ നിന്റെ ബാപ്പ. അതുകൊണ്ട് വരാ കൺമണികളെ, പെണ്ണുമോളെ, പെണ്ണുമോളെ, ഈ ബാപ്പാനെ കുറിച്ച് ഓർക്കുന്ന കാര്യത്തില് മുത്തല കാണിക്കല്ലേ.
10,000 കൊടുത്താൽ, 20,000 കൊടുത്താൽ, ലക്ഷം കൊടുത്താൽ നീ ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി കൊടുക്കുന്നതിന് ഒരിക്കലും ലബ്ധത കാണിക്കല്ല മോനെ. ആരാ വിളിച്ചു പറയുന്നത്? പെണ്ണുപിള്ളരെ കല്യാണത്തിന്റെ ടൈമായപ്പോ പെണ്ണുമകളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ 50 പവന്റെ പന്തത്തിന് വേണ്ടി ഓടി നടന്ന ബാപ്പ അവസാനം ആരുടെ എത്തിയോ കൈകാലുകളെ പിടിച്ചിട്ട് നിങ്ങളുടെ കല്യാണത്തിന് കൊണ്ടുതന്ന ബാപ്പയില്ലേ? അല്ലെങ്കിലോ ആകപ്പാട് ഉണ്ടായിരുന്ന ഒരു സ്വർണമാല ഉമ്മാന്റെ കഴുത്തേ കിടന്നത് ഒരു തന്ന ഉമ്മയില്ലേ? അവരെന്നെവിടെയാ? ആരുടെ നന്നാകുന്ന ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു എന്റെ മക്കളെന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നവര് നാട്ടുകളിൽ ഇവിടെ കിടന്നുറങ്ങും അന്തിവിശ്രമം കൊള്ളുന്ന കറാമിത്തിന്റെ വാച്യമായ ഹൃദയാനുഭൂതികളുടെ ഉടമസ്ഥരുടെ വന്നിറങ്ങുന്ന മണ്ണിന്റെ അനുയായികളെ, നിങ്ങളെ പേരെ ഭാഗ്യമുള്ളവരാരോ, നിങ്ങളെ പേരെ സന്തോഷമുള്ളവരാരോ, നിങ്ങളെ പേരെ സൗഭാഗ്യമുള്ളവരാരാണ്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പഠിക്കുന്ന മക്കളല്ലേ ഇവിടെയുള്ളത്. അവർക്ക് വേണ്ടി അവരുടെ കെട്ടിടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സിമന്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഉസ്താദേ ഒന്നുമില്ലെങ്കിലും നാളെ വരുമ്പോ ഒരു സ്വർണത്തിന്റെ ഒരു മോതിരമെങ്കിലും ഞാൻ കൊണ്ടുകൊടുക്കുകയാ. എന്റെ ബാപ്പ കബറേക്ക് വന്നെന്ന് സന്തോഷിക്കരുത്, എന്റെ വന്ന കബറേക്ക് വന്നെന്ന് സന്തോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു പോയാൽ പൊന്നുമക്കളെ 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 നിങ്ങളും മുദ്ര കാണിക്കല്ലേ എന്ന് ബാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആരാ പടച്ചോരെ കൊടുക്കുന്നത്? എന്റെ മകനാണ്, എന്റെ മകളാണ് എന്ന് നോക്കിയിട്ട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഉമ്മയും ബാപ്പയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ അവർക്ക് വേണ്ടി ഒന്ന് കൊടുത്തേടെ. അധികമായിട്ട് ഞാൻ ചോദിക്കുകയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തിലേക്ക് 6666 രൂപ അല്ലാഹു എന്റെ ഉമ്മയിൽ 6000 അല്ലല്ലോ തന്നത്, അല്ലാഹുവേ 10,000 അല്ലല്ലോ തന്നത്, 50,000 അല്ലല്ലോ തന്നത്, ലക്ഷക്കണക്കിനാണ് രൂപകളെ എന്റെ ഉമ്മ തന്നില്ലേ. 50 നേരമ്പവന്റെ സ്വർണ്ണാഭരണങ്ങള് എന്റെ ബാപ്പ നമുക്ക് വാങ്ങി തന്നില്ലേ. അതിൽ നിന്ന് ഒരു മോതിരം എന്റെ ബാപ്പാക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണ്. എന്റെ ബാപ്പയെ സന്തോഷിപ്പിക്കണ്ടേ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരിന്റെ ഉള്ളിൽ കിടക്കുന്നവരവിടെ നിൽക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ബാപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ, ജീവിച്ചിരിക്കുന്ന ഉമ്മാർക്ക് സുഖമില്ലെന്ന് പറഞ്ഞ, വാഹനം വിളിക്കുന്നവരെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കടം മേടിച്ചു കൊടുക്കുന്നവരെ, ഇതിനേക്കാൾ അത്യാവശ്യം കബറിൽ കിടക്കുന്നവരെ സഹായിക്കലാണ്. അവരുടെ അവസ്ഥ അറിയൂരല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മുതഅല്ലിമുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പടച്ച റബ്ബേ അവർ ദ്വാരക്കുന്നുണ്ട്. ആരൊക്കെയാണോ ഇതിനു വേണ്ടി സഹായം ചെയ്തത്, ആരൊക്കെയാണോ സിമന്റുകൾ കൊടുത്തത്, ആരൊക്കെയാണോ കപ്പലുകൾ കൊടുത്തത്, പടച്ച റബ്ബേ അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കബറിടങ്ങൾ സ്വർഗീയ ആരാമമാക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മുതഅല്ലിമുകളുടെ മനസ്സറിഞ്ഞ് ദുആ ചെയ്തു പോയാൽ അത് സ്വീകരിക്കില്ലേ പ്രിയപ്പെട്ടവരെ? അതിനോട് അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കുമല്ലോ. നമ്മുടെ മാതാപിതാക്കള് അതായി ലോകം അവസാനിക്കുന്ന സമയം വരെ റഹ്മത്തിന്റെ മാലാകമാരി വന്നുകൊണ്ട് പെരുന്നല്ലേ. അതുകൊണ്ട് അല്ലാഹുവേ ഈ സദസ്സിൽ നിന്ന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹമുള്ളവർ പടച്ച റബ്ബേ ലാ നരീദു മിൻക ജസാഅൻ വലാ ശുക്റാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജസാ ഇല്ല ബിറാഅ വജ്ഹി റബ്ബിഹി അഅലാ. അല്ലാഹുവേ നിനക്ക് വേണ്ടി കൊടുക്കുകയാ, ഒരാളും ഞാൻ കൊടുക്കുന്നവനാണ് എന്ന് പറയാനുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന് നല്ല മനസ്സോട് എന്റെ ബാപ്പാക്ക് വേണ്ടി കൊടുക്ക,
എന്റെ ഉമ്മാക്ക് വേണ്ടി കൊടുക്കാൻ അവരുടെ പൊരുത്തം കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് മുതൽ സുബഹി നിസ്കരിച്ചാൽ എനിക്ക് സ്വീകരിക്കണം, ഇന്ന് മുതൽ അസർ നിസ്കരിച്ചാൽ സ്വീകരിക്കണം, ഇശാ നിസ്കരിച്ചാൽ സ്വീകരിക്കണം. ഈ ഒരു ചിന്തയുള്ളവരെ അല്ലാഹുവേ ആരാണ് ഈ സദസ്സിൽ നിന്ന് ഞാനെന്റെ സ്ഥാനം എന്റെ ഉമ്മാക്ക് എന്റെ ബാപ്പാക്ക് വേണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ എഴുന്നേൽക്കുന്നവരുണ്ടെങ്കിൽ പടച്ച റബ്ബേ ഈ സമയത്ത് തന്നെ മാതാവിന്റെ പൊരുത്തം കൊടുക്കണമല്ലോ. മാതാവിന്റെ അല്ലാഹുവേ മാതാവിന്റെ പൊരുത്തം കൊടുക്കണമല്ലോ. റസൂലില്ല. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇത്തരം ആൾക്കാരുണ്ടല്ലോ, അതുകൊന്നും ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ചോദ്യമേ ഉള്ളൂ. എന്റെ ഉമ്മാക്ക് എന്റെ ബാപ്പാക്ക് വേണ്ടി ഞാൻ എന്ത് കൊടുക്കാൻ